സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും സ്പോർട്ട് ലൈവിലേക്ക്. നമ്മൾ നേരെ ആലപ്പുഴയിലേക്കാണ് പോകുന്നത്. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ മാരകായുധങ്ങളുമായി നടുറോട്ടിൽ 3 അംഗ സംഘത്തിന്റെ ആക്രമണം. 4 പേർക്ക് പരിക്കേറ്റു. അക്രമികളെ കളിയാക്കിയെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം നടത്തിയത്. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേരുന്നു. ശരണ്യ, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി എന്താണ് സംഭവിച്ചതെന്ന് കാണാൻ സാധിക്കും. നമ്മൾ സിനിമയിലൊക്കെ കാണുന്നതിന് സമാനമായ സാഹചര്യം എന്ന് തന്നെ പറയാം. നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു ഇത് എന്തായാലും പകൽ തന്നെ സംഭവിച്ച ഒരു കാര്യമാണ്. പോലീസിന്റെ കൺമുൻപിൽ എപ്പോഴായിരുന്നു ഇത്? ഇതിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? ആലപ്പുഴ മണ്ണഞ്ചേരിയിലാണ് മാരകായുധങ്ങളുമായി നടുറോട്ടിൽ ഈ 3 അംഗ സംഘത്തിന്റെ ആക്രമണം ഉണ്ടാകുന്നത്. 4 പേർക്ക് ഈ ആക്രമണത്തിൽ പരിക്കേറ്റു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അക്രമികളെ കളിയാക്കിയെന്ന് ആരോപിച്ചായിരുന്നു ഈ ആക്രമണം നടന്നത്. നടുറോട്ടിലെ ഗുണ്ടാ വിളയാട്ടമാണിപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ നൽകും. ശരണ്യ, നമ്മുടെ നാട്ടിലാണ് ഇത്തരത്തിലുള്ള ഗുണ്ടാ വിളയാട്ടം നടക്കുക. അതും രാവിലെ തന്നെ വലിയ അതിക്രമമാണ് നടക്കുന്നത്. നമ്മൾ സിനിമയിലൊക്കെ മാത്രമേ ഇത്തരത്തിലുള്ള രംഗങ്ങൾ കണ്ട് പരിചയമുള്ളൂ. ഇതാ വാളും പരിചയമൊക്കെ ആയിട്ടുള്ള ആക്രമണമാണ്, അതും പോലീസിന്റെ മൂക്കിന്റെ മുൻപിൽ. തീർച്ചയായിട്ടും ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള ഭാഗത്ത് വെച്ചാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അതിൽ തന്നെ ഇന്നലെ രാത്രി 11 മണിയോടെയാണ് ഇത്തരത്തിൽ ഒരു 3 അംഗ സംഘം വന്നിട്ട് ആലപ്പുഴ ഈ മണ്ണഞ്ചേരി ഭാഗത്ത്, അതായത് മണ്ണഞ്ചേരി ജംഗ്ഷനിൽ വെച്ചിട്ട് ഇത്തരത്തിലൊരു ആക്രമണം അവർ നടത്തിയിട്ടുള്ളത്. ഇതിന് ആസ്പദമായ ഒരു സംഭവം എന്ന് പറയുന്നത്, ഇതിൽ 3 അംഗ സംഘത്തിൽ ഒരാൾ കഴിഞ്ഞ ദിവസം ഇവിടെ, അതായത് അന്ന് രാത്രി തന്നെ അവിടെ ഭാര്യയുമായി യാത്ര ചെയ്യുന്നതിനിടയിൽ ആ ഭാഗത്ത് നിന്ന്, അതായത് ഈ ആക്രമണം നടത്തിയ ഭാഗത്ത് നിന്ന് ആരോ ഒരാൾ കളിയാക്കിയെന്നാണ് അവർ വിശദീകരണമായി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് ഇയാൾ തിരിച്ച് മണ്ണഞ്ചേരിയിൽ നിന്നും അയാൾ വീട്ടിലേക്ക് പോവുകയും അവിടെ എത്തി സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുമായി തിരികെ എത്തുകയായിരുന്നു എന്നുള്ളതാണ്. തുടർന്ന് ഇവരും ആയുധങ്ങളുമായി തിരികെ എത്തി പരസ്യമായ ഒരു ആക്രമണത്തിന് മുതിരുകയായിരുന്നു. ആ പ്രദേശത്ത് ഉണ്ടായിരുന്ന ആളുകളെ ആക്രമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. അതായത് ആരാണ് കളിയാക്കിയതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം ഇവർക്കില്ല. പക്ഷേ ഈ ഒരു അക്രമ സംഭവത്തെ എതിർത്ത് എല്ലാ ആളുകളെയും ആക്രമിച്ചു എന്നുള്ളതാണ്. 4 പേർക്കാണ് ഈ സംഭവത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. അതിൽ തന്നെ പരിക്കേറ്റ ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത് മണ്ണഞ്ചേരിയിലെ തന്നെ സഹോദരങ്ങളായ വിമൽ രാജ്, മിഥുൻ രാജ്, വിപിൻ രാജ് എന്നിവരാണ് ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾ പോലീസിനെ വിളിച്ചു വരുത്തിയ ഘട്ടത്തിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ ഇക്കാര്യം വ്യക്തമാക്കുന്നത്. അതിൽ തന്നെ പോലീസ് എത്തി ഇവരെ കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് ഈ അക്രമകാരികൾ ആയുധങ്ങൾ കൊണ്ട് പോലീസിന്റെ കൈവശം കൊടുക്കുന്ന ദൃശ്യങ്ങൾ അടക്കം ലഭ്യമായിട്ടുണ്ട്. വിവിധ CCTV ദൃശ്യങ്ങളാണ് അതിനകത്ത് നിന്നും ലഭ്യമായിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഈ സംഭവം കാരണം 3 പേർ പരസ്യമായ ആയുധങ്ങളുമായി എത്തി ആക്രമണം നടത്തുക, അതിനെ തടഞ്ഞ ആളുകളെ ഉൾപ്പെടെ ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. എന്തായാലും നിലവിലത്തെ ഒരു അവസ്ഥയിൽ ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ തന്നെയാണ് തീരുമാനം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ചേർത്തലയിൽ സമാനമായ രീതിയിലുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ചേർത്തലയിൽ ഇതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേരെ കാറിൽ വന്ന 2 പേർ ഓവർടേക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിൽ പ്രതികരിച്ചു എന്നതിൻ്റെ പേരിൽ പിന്നീട് ചേർത്തലയിൽ ബ്രൂഫി എന്നൊരു ഹോട്ടലിലെ വനിതാ ജീവനക്കാരെ അടക്കം മർദ്ദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അവർ ഇതുപോലെ ഗുണ്ട ആക്ടിൽ, കാപ്പ ആക്ടിൽ ഉൾപ്പെട്ട് പുറത്തു പോവുകയും
ഓഗസ്റ്റ് മാസത്തിൽ ജില്ലയിലേക്ക് പ്രവേശിക്കാൻ അനുവാദം കിട്ടിയ ആളുകളുമായിരുന്നു, ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളായിരുന്നു. പക്ഷേ ഈ 3 പേരിൽ ഈ സഹോദരങ്ങൾ ഒരാൾക്ക് 2 കേസുകൾ ഉണ്ട് എന്നുള്ളത് മണ്ണഞ്ചേരി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ അടിയേറ്റ് 4 പേർക്കാണ് പരിക്കേറ്റത്. അതിൽ ഒരാളുടെ തലയ്ക്ക് പരിക്കേറ്റു എന്നുള്ളതാണ്. മൂക്കിന്റെ എല്ല് അടിയേറ്റ് തകർന്നിട്ടുണ്ട്. അത്തരത്തിൽ പരസ്യമായി അടിക്കുന്ന ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഭവ്യ, ശരണ്യ, ഈ സ്ഥലത്ത് ഇത് ആദ്യത്തെ സംഭവമാണോ, അല്ലെങ്കിൽ ഇതിന് മുൻപും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇവിടെ ആവർത്തിച്ചിരുന്നു? ഇന്നലെ രാത്രി 11 മണിക്കാണ് ഇവരെ മെഡിക്കലിനും മറ്റുമായി ജനറൽ ആശുപത്രിയിൽ എത്തിക്കുകയൊക്കെ ചെയ്തിരുന്നത്. ചെറുപ്പക്കാരാണ് ഈ 3 പേരും. ഇതിൽ ഒരാൾ ഭാര്യയുമായി സഞ്ചരിക്കുന്ന സാഹചര്യത്തിൽ ഈ മണ്ണഞ്ചേരി ജംഗ്ഷനിൽ നിന്നുള്ള ഒരാൾ കളിയാക്കി എന്നുള്ളതാണ് ഇവർ പറയുന്നത്. പക്ഷേ അങ്ങനെ കളിയാക്കി എന്നതിന്റെ പേരിൽ ജംഗ്ഷനിൽ വന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, അതായത് ഇവർ ആക്രമിക്കുന്നത് കണ്ട് തടയാൻ ശ്രമിച്ച ആളുകളെ ഉൾപ്പെടെ വന്ന് അടിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അത് തന്നെ പോലീസ് പറയുന്നത് ഇതിനകത്ത് ഉൾപ്പെട്ട ആളുകളൊന്നുമല്ല ഇവര് അക്രമത്തിന് ഇരയായത് എന്നുള്ളതാണ്. അതായത് ഈ അക്രമത്തെ തടയാൻ ശ്രമിക്കുന്ന അടക്കം, അത്തരത്തിൽ തടയാൻ ശ്രമിച്ചവരെ അടക്കം മർദ്ദിച്ചിട്ടുണ്ട്. ഈ മർദ്ദിച്ചവരുടെ പേരുവിവരങ്ങൾ, അതായത് മർദ്ദനമേറ്റവരുടെ പേരുവിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഭവ്യ. അതിൽ അമീൻ, ദിൽഷാദ്, ഒപ്പം തന്നെ റിയാസ് എന്നിവരെ അക്രമത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഒപ്പം തന്നെ കൊച്ചുമോൻ എന്ന് പറഞ്ഞ ഇയാള് പച്ചക്കറിക്കടയിൽ വെൽഡിംഗ് ജോലികൾക്കായി എത്തിയ ഒരാളാണ്. അയാളെ ഉൾപ്പെടെ മർദ്ദിച്ചിട്ടുണ്ട്. കൊച്ചുമോൻ എന്ന ആൾക്ക് അയാളും ഒപ്പം തന്നെ അമീൻ, നിയാസ്, ദിൽഷാദ്, റിയാസ് എന്നിവരാണ് ഇവരുടെ അടിയേറ്റിട്ടുള്ളത്. അതിൽ ഒരാള് മുഹമ്മ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ബാക്കിയുള്ള 3 പേര് അയാളുടെ മാരകായുധം കൊടുത്ത് കീഴടങ്ങുന്നത്. അപ്പോൾ പോലീസ് വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ പോലീസ് എത്തിയപ്പോഴത്തേക്ക് ഈ സംഘർഷം അവിടെ പൂർണ്ണമായി കഴിഞ്ഞിരുന്നോ, അല്ലെങ്കിൽ ഈ സംഘർഷം നടക്കുന്ന സമയത്ത് തന്നെയാണോ പോലീസ് എത്തിയത്? പോലീസിനെ കണ്ട് നേരെ ചെന്ന് അവർ കീഴടങ്ങുകയായിരുന്നു? പ്രദേശത്തുള്ള ആളുകൾ ഇവരെ ഭയാനകമായ ഒരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. തുടർന്ന് പ്രദേശത്തുള്ള ആളുകൾ ചേർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. അതിൽ തന്നെ ആദ്യഘട്ടത്തിൽ ഈ അക്രമികൾ വന്ന സമയത്ത് ഇവരെ തടയാൻ വേണ്ടിയുള്ള ശ്രമം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നേരത്തെ ഭവ്യ സൂചിപ്പിച്ചതുപോലെ ദൃശ്യങ്ങൾ കാണുന്ന ആയുധങ്ങൾ ഇവരുടെ കൈവശം ഉണ്ടായിരുന്നു. ആ ഇരുമ്പ് വടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ച് ഇവർ അടിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതും ഒരു സഹോദരങ്ങൾ, 3 പേരും സഹോദരങ്ങളാണെന്നുള്ളതാണ്. ഇതിൽ ഒരു സഹോദരന്റെ ഭാര്യയുമായി സഞ്ചരിക്കുന്ന ഘട്ടത്തിൽ അയാൾ കളിയാക്കി എന്നുള്ളത്, അതായത് ജംഗ്ഷനിൽ നിന്ന് ആരോ എന്തോ വിളിച്ചു പറഞ്ഞു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. പക്ഷേ വീട്ടിലേക്ക് പോയി ഭാര്യയാക്കിയ ശേഷം ബാക്കിയുള്ള 2 സഹോദരന്മാരെ കൂടി വിളിച്ചുകൊണ്ട് വന്നിട്ടാണ് ഇത്തരത്തിലൊരു അക്രമം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അവിടെ മണ്ണഞ്ചേരി ജംഗ്ഷനിൽ ആദ്യം ഇവരെത്തി ഒരു വെല്ലുവിളിയും കാര്യങ്ങളും ഒക്കെ നടത്തി. ഇതിനെ എതിർത്ത, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ അടക്കമുള്ള കാര്യങ്ങളെ എതിർത്ത മുഴുവൻ പേരെയും കയറി കടന്നാക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അവിടെ തുടർന്ന് ഈ ആളുകൾ, അവിടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ ഇവരെ കീഴ്പ്പെടുത്താനുള്ള ശ്രമം നടത്തി. പക്ഷെ അപ്പോഴുമൊക്കെ വരുന്നവരെയൊക്കെ ആക്രമിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് പോലീസിനെ വിവരം അറിയിച്ചു. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് പോലീസിനെ വിവരം അറിയിച്ചത്. രാത്രി 11 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിവരം അറിയിച്ചു. അങ്ങനെ പോലീസ് എത്തിയാണ് പിന്നീട് ഇവരെ കൊണ്ടുപോകുന്നത്. പക്ഷെ പോലീസ് എത്തുന്ന സമയത്ത് നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതുപോലെ തന്നെ പോലീസിന്റെ കയ്യിൽ ഇവർ ഒന്നും ഒളിക്കാനോ മറക്കാനോ ശ്രമിച്ചില്ല എന്നുള്ളതാണ്. ആ അടിച്ച ഉപകരണങ്ങൾ ഉൾപ്പെടെ പോലീസിന്റെ കയ്യിലേക്ക് നൽകുകയായിരുന്നു. അതിൽ തന്നെ പോലീസിന്റെ കയ്യിലേക്ക് നൽകിയത് കൂടാണ്ട് ഇവരെ ഇപ്പോൾ 3 പേരെയും ഇന്നലെ രാത്രി മുഴുവൻ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഒപ്പം തന്നെ മെഡിക്കലിന് വിധേയരാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇന്നിപ്പോൾ രാവിലെ മണ്ണഞ്ചേരി CI മധു നേതൃത്വത്തിലുള്ള സംഘം ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോടതിയിൽ അല്പസമയത്തിനകം ഹാജരാക്കും. സംഭവമല്ല ശരണ്യ തന്നെ നേരത്തെ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവത്തിനെ കുറിച്ച് വളരെ വ്യക്തമായി സൂചിപ്പിക്കേണ്ട. അപ്പോൾ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് വ്യക്തമാണ്. ഈ 3 പേരും ഗുണ്ടാ സംഘത്തിൽപ്പെട്ടവരാണ് എന്ന കാര്യം വ്യക്തമാണ്. മാരകായുധങ്ങളുമായി തെരുവിലേക്ക് ഇറങ്ങാൻ ഒരു മടിയുമില്ലാതെ നടു റോട്ടിൽ വെച്ച് ഗുണ്ടായിസം കാണിക്കാൻ മടിയില്ലാത്തവരാണ്. അപ്പോൾ എന്തിനും മടിക്കാത്തവരാണെന്ന കാര്യത്തിൽ സംശയമില്ല. പോലീസ് എന്ത് നടപടി എടുക്കുന്നു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ? ഇപ്പോൾ നേരത്തെ ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 സംഭവങ്ങൾ, ഇപ്പോൾ ഇത്തരത്തിൽ പരസ്യമായ ആക്രമണം നടത്തുന്ന 2 സംഭവങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ തന്നെ കഴിഞ്ഞ ദിവസം ചേർത്തല സ്വദേശിയായ അഭിറാമിനെ പോലീസ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അഭിറാമിനെ വീണ്ടും കാപ്പ കേസിൽ കാപ്പ ആക്ടിൽ ഉൾപ്പെട്ട് പുറത്തുപോയ ഒരാളാണ്. പിന്നീട് തിരിച്ചു വന്നിട്ടും അതേ അക്രമ സംഭവം നടന്നതുകൊണ്ട് തന്നെ കർശന നടപടിയാണ് അഭിറാമിനെതിരെ ഉണ്ടായിട്ടുള്ളത്. അഭിറാം ഇപ്പോൾ റിമാൻഡിലാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ കേസിനകത്ത് ഇതിനകത്ത് ഒരാൾക്ക് മാത്രമാണ് 2 കേസുകളുള്ളത്. ബാക്കിയുള്ള
ആളുകൾക്ക് മറ്റ് ക്രിമിനൽ കേസുകളോ പോലീസ് കേസുകളോ ഒന്നുമില്ല. ഈ സഹോദരങ്ങൾ ഒരാൾക്ക് 2 കേസുണ്ട് എന്നുള്ളത് വ്യക്തമാകുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഭവ്യ സൂചിപ്പിച്ച കാര്യമാണ് പ്രധാനപ്പെട്ടത്. പരസ്യമായി ആയുധങ്ങളുമായി എത്തി നടു റോട്ടിൽ വെല്ലുവിളി നടത്തുകയും ഏറ്റുമുട്ടാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്ര മാനസികാവസ്ഥ ഉള്ളവരാണ് എന്നുള്ളതാണ്. അതെന്തായാലും പൊതുസമൂഹത്തിന് ഭീഷണി ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത്തരത്തിലുള്ള ആക്രമണമാണ് അവിടെ നടന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി പോലീസ് തന്നെ കണക്കാക്കുന്നു. ഇപ്പോൾ 3 പേരെ കസ്റ്റഡി, 3 സഹോദരങ്ങളെയും രാത്രി തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇപ്പോൾ അവരുടെ മറ്റ് നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒരാൾക്ക് 326 അടക്കമുള്ള വകുപ്പുകൾ ഇവരുടെ മേൽ ചുമത്തിയിട്ടുമുണ്ട് എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ പോലീസ് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ വിഷയങ്ങളെ നോക്കിക്കാണുന്നത്. പരസ്യമായ ആക്രമണം നടത്തുന്നു. നമുക്ക് ചേർത്തലയിലെ ദൃശ്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ അറിയാം. ചേർത്തലയിലെ ദൃശ്യത്തിൽ ആ കടന്നു വരുന്ന CCTV വിഷ്വൽ നമുക്ക് കിട്ടിയിരുന്നു. ആ കടന്നു വരുന്ന വഴിക്ക് തന്നെ റോഡിന്റെ നടുക്ക് നിന്ന് റബ്ബർ പന്ത് പോലെ തുള്ളിയാണ് അന്ന് അഭിരാം എന്ന് പറഞ്ഞ അയാൾ ആക്രമിക്കാനായി ആ റെസ്റ്റോറന്റിനകത്തേക്ക് കയറിയത്. തങ്ങളല്ല അത് ചെയ്തത്, തങ്ങളല്ല കളിയാക്കിയത്, കാറിൽ വന്ന തങ്ങളല്ല എന്ന് പറഞ്ഞ ഘട്ടത്തിൽ പോലും അത് വിശ്വാസത്തിലെടുക്കാതെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെ ആക്രമിക്കുന്ന രീതിയായിരുന്നു. അപ്പോൾ ലഹരി ഉപയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം നടു റോട്ടിൽ ഇങ്ങനെ തുള്ളി മറിഞ്ഞാണ് ആ റെസ്റ്റോറന്റിനകത്തേക്ക് കൊലവിളി മുഴക്കിക്കൊണ്ട് ഇവർ കയറി ചെന്നുള്ളതാണ്. എന്തായാലും അത്തരം സംഭവങ്ങളൊക്കെ നടന്നത് വളരെ കർശനമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ മണ്ണഞ്ചേരിയിലേക്ക് വരുമ്പോൾ മണ്ണഞ്ചേരിയിൽ ഇപ്പോൾ 3 സഹോദരങ്ങളാണ് നടു റോട്ടിൽ ഏറ്റുമുട്ടിയത്. മറ്റു ജനങ്ങൾക്ക് മേൽ അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ എല്ലാവരുടെയും നേരെ ഏറ്റുമുട്ടൽ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും കർശന നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെയുള്ള ലഹരി ഉപയോഗം അടക്കമുള്ള വിഷയങ്ങൾ വലിയ വെല്ലുവിളിയായി പോലീസിന് മുന്നിൽ നിൽക്കുകയാണ്. സ്വബോധമില്ലാത്ത അവസ്ഥയിൽ നടു റോട്ടിൽ കടന്ന് പരസ്യമായി നിൽക്കുന്ന അവസ്ഥയാണ് കഴിഞ്ഞ ഈ ചേർത്തല കേസുകളിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ എന്തായാലും മണ്ണഞ്ചേരിയിൽ 3 പേരും പോലീസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് അവരെ റിമാൻഡ് നടപടികളിലേക്കുള്ള കാര്യങ്ങൾക്കായി അടുത്ത അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഹാജരാക്കുന്നതാണ്. തീർച്ചയായും ഇത്തരത്തിലുള്ള അക്രമികൾക്ക് വിലങ്ങിടേണ്ടത് നമ്മുടെ നിയമ സംവിധാനമാണ്, നമ്മുടെ പോലീസാണ്. സാധാരണക്കാരന്റെ ജീവന് വിലയുണ്ട്, അത് സംരക്ഷിച്ചേ മതിയാകൂ. പോലീസ് ജാഗ്രത കാണിച്ചേ മതിയാകൂ. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. തമ്മനത്തെ ജലസംഭരണി തകർന്ന സമയത്ത് 1 കോടി ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു എന്ന് വിവരം. ഏകദേശം 80% വെള്ളം അപകട സമയത്ത് ടാങ്കിലുണ്ടായിരുന്നു. 40 വർഷം പഴക്കമുള്ള ടാങ്കാണ് അപകടത്തിൽപ്പെട്ടത്. മലവെള്ളപ്പാച്ചിൽ പോലെ വെള്ളം ഇരച്ചു കയറിയതോടെ വാഹനങ്ങളടക്കം ഒലിച്ചുപോയി. വൻ ദുരന്തമാണ് ഒഴിവായത്. മന്ത്രിമാരായ റോഷി അഗസ്റ്റിനും പി രാജീവും സംഭവ സ്ഥലത്തെത്തി. ഈ ആലുവ പ്ലാന്റിൽ നിന്ന് ഉള്ള വെള്ളമാണ് ഇവിടെ വന്നുകൊണ്ടിരുന്നത്. അത് 1200 mm പൈപ്പിൽ കൂടെ വന്ന് 700 mm പൈപ്പിൽ കൂടെ കമ്പാർട്ട്മെൻറ്റ് 1ഉം 2ഉമായി കൊടുക്കുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതോടൊപ്പം മരടിയിൽ നിന്ന് വരുന്ന വെള്ളം കമ്പാർട്ട്മെൻറ്റ് 1ലേക്കായിരുന്നു വരുന്നത്. ഇവിടെ 1 ഇപ്പം നമുക്ക് ക്ഷീണമായ സ്ഥിതിയിൽ ഈ ആലുവ പ്ലാന്റിൽ നിന്ന് വരുന്നതിൻ്റെ 700 mm കമ്പാർട്ട്മെൻറ്റ് 2ലേക്ക് മാത്രമായി ബ്ലോക്ക് ചെയ്യേണ്ടതുണ്ട്. മരടിയിൽ നിന്ന് വരുന്ന വെള്ളം 1ൽ നിന്ന് മാറ്റി 2ലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ടാങ്ക് ഇൻ്റർ കണക്ഷൻ ആയതുകൊണ്ട് ആ ഇൻ്റർ കണക്ഷൻ ബ്ലോക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്രയും കാര്യം ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിച്ച് പ്രവൃത്തി പദത്തിലേക്ക് എത്തി. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, ഒഴിവായത് വൻ ദുരന്തമാണ്, അക്കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായും ഒഴിവായത് വൻ ദുരന്തമാണ് എന്നത് കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇനി അങ്ങോട്ട് കൊച്ചിയിലെ കുടിവെള്ള ക്ഷാമം അത് എങ്ങനെ പരിഹരിക്കും എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും വലിയ പ്രതിസന്ധിയുണ്ട്. അതിലും വലിയ സങ്കീർണതകൾ നിലനിൽക്കുന്നു എന്നത് തന്നെയാണ്. ഒരു ഭാഗത്ത് അപകടം ഒഴിവായതിൻ്റെ ഒരു ആശ്വാസമുണ്ട്, മറുഭാഗത്ത് ഇനി കുടിവെള്ള ലഭ്യത അതെങ്ങനെയെന്നുള്ള വലിയ ആശങ്കയും ഉയരുന്നുണ്ട്. ഇപ്പോൾ ഉന്നതതല യോഗം മന്ത്രിയുടെ നേതൃത്വത്തിൽ അല്പം മുമ്പ് സമാപിച്ചിരിക്കുന്നു. അതിൽ പറഞ്ഞതിൽ ഈ ടാങ്കിൻ്റെ പുനർനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അത് വന്നാൽ മാത്രമേ ഈ കൊച്ചിയിലെ കുടിവെള്ള വിതരണം പഴയ രീതിയിലേക്ക് ആവുകയുള്ളൂ. ഏതാണ്ട് 30% മേഖലകളിൽ ഇപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഇതുമൂലം നേരിടുമെന്ന് വ്യക്തമായിട്ടുണ്ട്. പക്ഷേ അതുമാത്രമല്ല, അതിലേറെ മേഖലകളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല. സ്വതവേ കൊച്ചിയിലെ കുടിവെള്ള വിതരണം വലിയ രീതിയിൽ കുറവുള്ള ഒരു സമയമാണ്.
അതുകൊണ്ട് പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകാനേ വഴിയുള്ളൂ. ഇനിയിപ്പോൾ ടാങ്കർ ലോറികളിലടക്കം ഈ മേഖലകളിൽ എവിടെയെല്ലാം കുടിവെള്ള വിതരണം മുടങ്ങുന്നു എന്നതെല്ലാം, വെള്ളം കിട്ടാതാവുന്ന അവിടങ്ങളിലെല്ലാം കുടിവെള്ള വിതരണം ഉറപ്പാക്കും, ടാങ്കർ ലോറികളിൽ ഉറപ്പാക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ അല്പം പറയുകയുണ്ടായി. ടാങ്കർ ലോറികൾ കയറി ചെല്ലാത്ത ഇടങ്ങൾ കൂടിയുണ്ട് കൊച്ചി നഗരത്തിൽ ഒരുപാട് ഇടങ്ങളിൽ. ഇവിടേക്കെല്ലാം ഇതിൻ്റെ ഒരു ടൈലൻഡിലേക്ക് വരുമ്പോൾ ഇവിടേക്കെല്ലാം എങ്ങനെ കുടിവെള്ളം എത്തിക്കും എന്നതെല്ലാം തന്നെ വരും ദിവസങ്ങളിലാണ് നമുക്ക് വ്യക്തമാകുക. ഏതായാലും ഇവിടങ്ങളിലെല്ലാം ഉറപ്പാക്കും എന്ന് പറയുന്നുണ്ട്. 12 ലക്ഷത്തിലധികം രൂപയുടെ നാശനഷ്ടമാണ് പ്രാഥമികമായി കണക്കാക്കുന്നത്. ആ പ്രദേശത്ത് നിരവധിയായ വീട്, ഏതാണ്ട് 12ലധികം വീടുകളെ നേരിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട്. പല വീടുകളുടെയും ചുറ്റുമതിലുകളും ഗേറ്റുകളും എല്ലാം തകർന്നു. കാറ് വരെ ഒഴുകിപ്പോകുന്നൊരവസ്ഥയിലേക്ക് വന്നു. യഥാർത്ഥത്തിൽ ഒരു മലവെള്ളപ്പാച്ചിലിൻ്റെ മുഴുവൻ പ്രതീതിയും അവിടെ ഉണ്ടായി. ഇരുചക്ര വാഹനങ്ങളടക്കം ഇതിൽ ഒഴുക്കിൽപ്പെട്ടു പോയിട്ടുണ്ട്. പലയിടങ്ങളിലും കല്ലും മണ്ണും ഈ മതിൽ തകർന്നു ഒഴുകിയതിൻ്റെ എല്ലാം തന്നെ പല വീടുകളിലേക്ക് ഇരച്ചു കയറുന്നു. പുലർച്ചെ 2:30 മണിയോടുകൂടിയായിരുന്നു സംഭവം നടക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് പോലും ആർക്കും അറിയില്ലായിരുന്നു. കാരണം മഴയോ ഒന്നും തന്നെ ഇല്ലാത്ത സമയത്ത്, വെള്ളപ്പാച്ചിലിൻ്റെ യാതൊരു കാര്യവും ഇല്ലാത്ത നഗരത്തിൻ്റെ നടുവിലൊരു പ്രദേശത്ത് എന്തു സംഭവിച്ചുവെന്ന ആശങ്കയായിരുന്നു ജനങ്ങൾക്കുണ്ടായിരുന്നത്. പിന്നീടാണ് ഈ ടാങ്ക് തകർന്ന് ഈ രീതിയിലേക്ക് വെള്ളം ഒലിച്ചു വന്നതായിട്ട് മനസ്സിലാക്കുന്നത്. 1,35,00,000 ലിറ്റർ കപ്പാസിറ്റിയുള്ള ടാങ്കിൻ്റെ ഒരു ഭാഗമാണ് തറഭാഗം താഴേക്ക് ഇരുന്നു പോവുകയും അതിലൂടെ അതിശക്തമായി വെള്ളം പുറത്തേക്ക് കുത്തിയൊലിക്കുകയും എല്ലാം തന്നെ ചെയ്തത്. ഏതായാലും കൊച്ചിയുടെ ഒരു വലിയ മേഖലകളിൽ കുടിവെള്ളക്ഷാമം വരും ദിവസങ്ങളിലെല്ലാം തന്നെ മനസ്സിലാക്കുന്നത് 40 വർഷത്തോളം പഴക്കമുള്ള ടാങ്ക് ആണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു പരിശോധനയൊന്നും ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത കാലത്തൊന്നും നടന്നിരുന്നില്ലേ? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ നിയമസഭയിൽ ഒരു ചോദ്യോത്തരവും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതിൽ ഈ പഴക്കം ചെന്ന ടാങ്കറുകൾ പൊളിച്ചു മാറ്റാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ എറണാകുളം ജില്ലയിൽ 27ഓളം ടാങ്കുകളാണ് ഈ രീതിയിൽ ഉള്ളതായി കണ്ടെത്തിയത്. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ഇന്നിപ്പോൾ മന്ത്രിയോടടക്കം അത്തരം കാര്യങ്ങൾ ചോദിക്കുക, അതെല്ലാം ഓവർഹെഡ് ടാങ്കുകളാണ്. ഉയരത്തിൽ നിൽക്കുന്ന ടാങ്കുകളിൽ നിന്ന് വെള്ളം താഴേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ ഓവർഹെഡ് ടാങ്കുകളാണ്. ഈ ടാങ്കിൻ്റെ സ്വഭാവം അങ്ങനെയുള്ളതല്ല. ഇത് തറനിരപ്പിൽ കെട്ടിപ്പൊക്കിയ രീതിയിലുള്ള ടാങ്കുകളാണ്, വിതരണത്തിന് വേണ്ടിയുള്ളതാണ്. ഇതിൽ ഏതാണ്ട് 40 വർഷത്തിലധികം പഴക്കമുണ്ടെങ്കിൽ കൂടിയും ഈ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ ഒരു കണക്കാക്കൽ അത് കൃത്യമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. അത് ഒരു 70 വർഷം വരെ അത്തരം കാര്യങ്ങൾ തുടർന്നുകൊണ്ട് പോകാൻ കഴിയുമെന്നാണ് മന്ത്രി തന്നെ പറഞ്ഞത്. ഈ രീതിയിലുള്ള പരിശോധനകളും എല്ലാം അവിടെ നടക്കുന്നുണ്ടായിരുന്നുവെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. ഈ രീതിയിലൊരു തകരാറ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അത്തരമൊരു ചോർച്ചയോ കാര്യങ്ങളോ ഒന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല എന്നതാണ് വാട്ടർ അതോറിറ്റി എഞ്ചിനീയറിംഗ് വിഭാഗം തന്നെ അറിയിക്കുന്നത്. അതെന്ത് തന്നെയായാലും പക്ഷേ ഇപ്പോൾ ടാങ്ക് തകർന്നിരിക്കുന്നു എന്നതൊരു പകൽ പോലെ ഒരു വസ്തുതയാണ്. ഒരു ഭാഗം താഴേക്ക് ഇരുന്നു പോയി. ഇനിയിപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? അത് അവിടെ തറ ഇരുന്നു പോകാനുള്ളൊരു കാരണം മണ്ണ് ആ രീതിയിൽ അവിടെ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ളൊരു ചോർച്ച ആ ഭാഗത്തുണ്ടായിരുന്നോ, കണ്ടുപിടിക്കപ്പെടാതെ പോയതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. താഴെ ഉണ്ടായിരുന്ന ആ കാര്യങ്ങൾ അത്തരം രീതിയിൽ വസ്തുതാപരമായ അന്വേഷണം നടത്തുമെന്നാണ് മന്ത്രി തന്നെ പറഞ്ഞത്. കുസാറ്റിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗം അടക്കമുള്ളവർ ഇതിൽ സഹകരിക്കുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അവരടക്കമുള്ള ആളുകൾ വിശദമായ പരിശോധന നടത്തി വിദഗ്ധരെ കൊണ്ട് തന്നെ നമ്മൾ ഇന്നവിടെ എത്തിയ മന്ത്രിമാരെ അവരുടെ പ്രതികരണം കേട്ടതാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനമായി വലിയ അപകടം ഉണ്ടായില്ല എന്നുള്ളത് ഏറെ ആശ്വാസമുള്ള കാര്യം തന്നെ. അപ്പോൾ പോലും ഒരുപാട് കുടുംബങ്ങളുടെ ഇനി അങ്ങോട്ടുള്ള കുടിവെള്ള പ്രശ്ന പരിഹാരത്തിന് എന്ത് പരിഹാരമാണ് മന്ത്രിമാർ നിർദ്ദേശിച്ചത്? എന്തെങ്കിലും തരത്തിലുള്ള ഒരു നിർദ്ദേശം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഇനി എങ്ങനെ മുന്നോട്ട് പോകും? അതാണ് തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നത്. അത്രയും കാര്യങ്ങൾ തന്നെയാണ് മന്ത്രി പറഞ്ഞ കാര്യങ്ങളാണ് തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നത്. അതിൽ കൃത്യമായി അവർ പറയുന്നത് ഇതിൽ ഉള്ളത് ഇനി കുടിവെള്ള വിതരണം അത് പൂർവ്വസ്ഥിതിയിലാകണമെങ്കിൽ അത് ഈ ടാങ്കിൻ്റെ നിർമ്മാണം പൂർത്തിയാകണം. ആ ടാങ്കിൻ്റെ നിർമ്മാണം പൂർത്തിയാകാൻ ഒരു സമയമെടുക്കുന്നത്. കാരണം ഇത് എന്ത് സംഭവിച്ചു എന്നത് തന്നെയാണ് ആദ്യം അവർക്കും അറിയില്ലാത്തത്. അപ്പോൾ അതെന്ത് തന്നെയായാലും പക്ഷെ അത് നോക്കിയിരിക്കാൻ പറ്റില്ല. പകരം സംവിധാനങ്ങൾ ഉയർത്തണം. അതിന് ഇടപെട്ടുള്ള രീതിയിലുള്ളൊരു പമ്പിംഗ് കൊണ്ടുവരുന്നു. അതിൽ തുടർച്ചയായി പമ്പ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം എന്ന് പറയുന്നത് ഇതൊരു ചേംബറുകളാണ്. ഈ ടാങ്കിനകത്ത് പല ചേംബറുകളായിട്ട് തിരിച്ചാണ് ഉള്ളത്. ഒരു ഭാഗമാണ് തകർന്നത്. മറു ചേംബറിലേക്ക് അതിൽ ഒരു വെള്ളം നിലനിർത്തുന്നതിനൊപ്പം തന്നെ അതിൻ്റെ ഭിത്തിക്ക് ഈ ഭാഗത്തുനിന്ന് ഇവിടെ ഈ ടാങ്ക് ഒരു ഭാഗം ശൂന്യമായതിനാൽ അതിൻ്റെ ഒരു പ്രഷർ
താങ്ങാനായിട്ട് ഒരുപക്ഷെ കരുത്തുണ്ടാവില്ല. അതുകൊണ്ട് മണ്ണിറച്ച ചാക്കുകൾ അതിനകത്ത് അട്ടിയിട്ടതിന് ശേഷമായിരിക്കും അതിലേക്ക് പമ്പിങ് ആരംഭിക്കുക. പക്ഷേ അത് ഒരു ഭാഗത്ത് തുടരുമ്പോൾ പോലും ഇപ്പോൾ ഈ ഭാഗത്ത് അത്രയും ഒഴിഞ്ഞു കിടക്കുന്ന ആ ഭാഗം മുഴുവനും നഗരത്തിലേക്ക് വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അങ്ങനെ ഒരു സംവിധാനം ഇനി കുറച്ച് നാളത്തേക്ക് ഉണ്ടാവില്ല. അപ്പോൾ അത് എന്തു വന്നാലും അത്രയും വെള്ളത്തിൻ്റെ അപര്യാപ്തത പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. അതിനുവേണ്ടി കുടിവെള്ള ടാങ്കറുകൾ വെള്ളം കൊണ്ടുവന്ന് എത്തിക്കുക എന്ന രീതിയാണ് അവലംബിക്കുക. മറ്റൊരു വഴിയും അതിനല്ലാതെ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ അത് എത്ര കാലം എന്നത് വലിയ ചോദ്യമാണ്. വലിയൊരു സമയത്തേക്ക് തന്നെ ഇതിനെല്ലാം ആശ്രയിക്കേണ്ടി വരും. നിലവിൽ കൊച്ചിൻ കോർപ്പറേഷന് ഇത്ര വലിയൊരു ടാസ്ക് ഏറ്റെടുക്കാനുള്ള യാതൊരുവിധ സംവിധാനവും കാര്യശേഷിയും ഇല്ല. കാരണം ഒട്ടനവധി കുടിവെള്ള ടാങ്കറുകളും കാര്യങ്ങളും എല്ലാം വരും. അതുകൊണ്ടാണ് സർക്കാർ നേതൃത്വത്തിൽ തന്നെ ഈ രീതിയിലേക്ക് കുടിവെള്ള ടാങ്കറുകളൊക്കെ കൊണ്ടുവന്ന് ആ രീതിയിൽ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാനൊക്കെ ശ്രമിക്കുന്നത്. എന്തു വന്നാലും അടുത്ത കുറേ നാളുകൾക്ക് കൊച്ചിൻ കോർപ്പറേഷൻ്റെ വലിയൊരു മേഖലയിലടക്കം ഈ രീതിയിൽ തന്നെയായിരിക്കും കുടിവെള്ള വിതരണം ഉണ്ടാകുക. വരും ദിവസങ്ങളിൽ നമുക്കതിൻ്റെ രൂക്ഷതയും വ്യക്തമാകും. ഏതെല്ലാം ഇടങ്ങളിൽ കുടിവെള്ളം എത്തില്ല എന്നതെല്ലാം വരും മണിക്കൂറുകളിൽ നമുക്ക് മാത്രമേ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് ഇനി ഉള്ളത് പരീക്ഷണത്തിൻ്റെ നാളുകളാണ് വാട്ടർ അതോറിറ്റിക്കും കോർപ്പറേഷനും എല്ലാം എന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല. ഇത് ടാങ്കിൻ്റെ തകർച്ച പരിഹരിച്ച് പുനഃസ്ഥാപിച്ച് എത്തുന്ന ഒരു വലിയ കാലം വരെയും ഈ രീതിയിൽ തന്നെ പോകേണ്ടി വരും. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. മൂന്നാർ വട്ടവട റൂട്ടിൽ കാറിൽ സാഹസിക യാത്ര. അപകടകരമായ രീതിയിൽ ശരീരം പുറത്തേക്കിട്ടാണ് യാത്ര. വിനോദസഞ്ചാരികളുടേത് ഉൾപ്പെടെ 100 കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്നതിനിടെയായിരുന്നു നിയമലംഘനം. ഡോറിന് മുകളിൽ കയറിയിരുന്നും യാത്ര ചെയ്യുന്നുണ്ട്. തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനമാണിത്. ആ ദൃശ്യങ്ങളൊന്ന് കാണാം. പി എ സാഗർ നൽകും വിവരങ്ങൾ. സാഗർ, മൂന്നാറിൽ ഇതൊരു സ്ഥിരം കാഴ്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണോ? തീർച്ചയായും ഭവ്യ, മൂന്നാറിൽ ഈ സാഹസിക യാത്ര സ്ഥിരം സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണം പറയുവാൻ. ഇന്ന് രാവിലെയാണ് മൂന്നാർ വട്ടവട റൂട്ടിൽ കാർ യാത്രികൻ ഇത്തരത്തിലൊരു സാഹസിക യാത്ര നടത്തിയത്. മൂന്നാറിൽ നിന്നും വട്ടവടയ്ക്കുള്ള യാത്രയിലാണ് അപകടകരമായ രീതിയിൽ യുവാവ് കാറിനുള്ളിൽ ശരീരത്തിന്റെ പകുതിയും പുറത്തേക്കിട്ട് യാത്ര ചെയ്തത്. ഈ കാറിന്റെ ഡോറിന് മുകളിൽ കയറിയിരുന്ന് യാത്ര ചെയ്ത യുവാവ് മൊബൈൽ ഫോണിൽ വീഡിയോയും ചിത്രീകരിക്കുന്നുണ്ട്. ഇതും നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഈ വിനോദസഞ്ചാരികളുടെ ഉൾപ്പെടെ 100 കണക്കിന് വാഹനങ്ങൾ ഈ വഴി കടന്നു പോകുന്നതിനിടെയായിരുന്നു ഇത്തരത്തിൽ ഈ കാർ യാത്രികൻ നിയമലംഘനം നടത്തിയത്. തമിഴ്നാട് രജിസ്ട്രേഷൻ ഉള്ളതായിരുന്നു കാർ. ഈ കാറിന്റെ നമ്പർ സഹിതം വീഡിയോയിൽ വ്യക്തമാണ്. മൂന്നാർ സന്ദർശനത്തിന് എത്തുന്ന വാഹനയാത്രികർ നടത്തുന്ന നിയമലംഘനം ഈ അടുത്തിടെയായി വർദ്ധിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. കാരണം ഇത്തരത്തിലുള്ള സാഹസിക യാത്രകൾ സ്ഥിരം സംഭവമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതിനെതിരെ ഗതാഗത വകുപ്പ് നിയമ നടപടി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മോട്ടോർ വാഹന വകുപ്പും പോലീസും പരിശോധന ഈ മേഖലയിൽ നടത്തുന്നുണ്ട് എങ്കിലും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് മുൻകൂട്ടി ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകുവാൻ ആവുന്നില്ല എന്നതാണ് ഇത്തരത്തിലുള്ള സാഹസിക യാത്രകൾ വർദ്ധിക്കുവാനുള്ള ഒരു കാരണമായി മനസ്സിലാകുന്നത്. പരിശോധനകൾ കർശനമാണെങ്കിലും കേരളത്തിൽ നിന്നുള്ള വാഹനങ്ങളിലും സാഹസിക യാത്രകൾ പതിവായി നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഇത്തരത്തിൽ കാർ യാത്രികർ അപകടകരമായ രീതിയിൽ യാത്ര നടത്തിയ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് ഏറ്റവും ഒടുവിലായി ഇന്ന് രാവിലെ ഈ മൂന്നാർ റൂട്ടിൽ കാർ യാത്രികൻ ഇത്തരത്തിലൊരു സാഹസിക യാത്ര നടത്തിയത്. ഈ തിരക്കേറിയ പാതയിലൂടെയുള്ള സാഹസിക യാത്ര മേഖലയിലെ ഗതാഗത തടസ്സത്തിനും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകി സാഹസിക യാത്ര ഒഴിവാക്കാൻ ഇടപെടൽ നടത്തണമെന്ന ആവശ്യവും പ്രദേശവാസികളിൽ നിന്നടക്കം ഉയരുന്നുണ്ട്. എന്തായാലും ഇത് മോട്ടോർ വാഹന വകുപ്പ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നമ്പർ കൂടി വ്യക്തമായ സാഹചര്യത്തിൽ കൃത്യമായ നടപടി എടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഭവ്യ, നിലവിൽ നടപടി എടുക്കാൻ സാധിച്ചിട്ടില്ല അല്ലേ മോട്ടോർ വാഹന വകുപ്പിന്? അത്തരത്തിലൊരു കാര്യത്തിലേക്ക് വ്യക്തത വന്നിട്ടില്ല. കാരണം തമിഴ്നാട് രജിസ്ട്രേഷനിൽ ഉള്ളതാണ് കാറ്. ഇവർ മൂന്നാർ വട്ടവട റൂട്ടിലാണ് ഇത്തരത്തിലൊരു യാത്ര നടത്തിയെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ ദൃശ്യങ്ങളും ആ റൂട്ടിൽ തന്നെ ഉള്ളതാണ്. തൊട്ടുപുറകിലായി വന്ന മറ്റൊരു വിനോദസഞ്ചാരിയായ ബൈക്ക് യാത്രികന്റെ ഹെൽമെറ്റിൽ നിന്നുള്ള ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്
നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങളിൽ വാർത്തയായതോടുകൂടി തന്നെ മോട്ടോർ വാഹന വകുപ്പ് ഈ വാഹനത്തിന് വേണ്ടി പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാവുന്നത്. എന്നാൽ ഇതിന്റെ പേരിൽ കേസെടുത്തതായി നമുക്ക് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. എന്തായാലും അധികൃതർ ഇക്കാര്യത്തിൽ നടപടി എടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സാഗർ, ഈ ഇടുക്കിയിൽ നിന്ന് വട്ടവടയിലേക്കുള്ള അല്ലെങ്കിൽ മൂന്നാർ വട്ടവടയിലേക്കുള്ള യാത്ര അതൊരു ആളുകളെ സംബന്ധിച്ചൊരു ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു യാത്രയാണ് അവിടേക്ക്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, ഇത്തരത്തിലുള്ള വാഹനങ്ങളിലുള്ള നിയമലംഘനങ്ങൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നതും ഇതേ സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെ ഒരു പരിശോധന അവിടെ കൃത്യമായി നടക്കാറില്ലേ? അങ്ങനെ വേണമോ മനസ്സിലാക്കാൻ? തീർച്ചയായും കൂടുതലായിട്ട് ഇടുക്കിയിലേക്ക് വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു മേഖല തന്നെയാണ് ഈ മൂന്നാർ, വട്ടവട, ചിന്നക്കനാൽ ഉൾപ്പെടെയുള്ള മേഖലകൾ. ഇവിടുത്തെ പ്രകൃതിയുടെ ഭംഗി തന്നെയാണ് ഈ യാത്രക്കാർ ഇത്തരത്തിൽ അപകടയാത്ര നടത്തുവാൻ തന്നെ കാരണം എന്ന് വേണം പറയുവാൻ. കാരണം പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കുന്നതിനായി ഈ വാഹനത്തിൽ പോകുന്നതിനിടയിൽ ഇവിടെ തണുത്ത കാറ്റ് ഉൾപ്പെടെയുള്ള ഒരു സാഹചര്യം എല്ലാം തന്നെ ഈ പ്രകൃതി ഇവിടെ നൽകുന്നുണ്ട്. അതെല്ലാം ആസ്വദിക്കാനാവണം ഇവർ ഈ ഇത്തരത്തിലൊരു അപകടയാത്ര, സാഹസിക യാത്ര നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇവിടെ വരുന്ന സഞ്ചാരികളിൽ കൂടുതലും പുറത്തു നിന്നുള്ളവരാണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരടക്കം ഈ മേഖലയിലേക്ക് ദിനം പ്രതി എത്തുന്നുണ്ട്. അവരിൽ ചിലരാണ് ഇത്തരത്തിലൊരു സാഹസിക യാത്ര നടത്തുന്നത്. മറ്റ് സഞ്ചാരികൾക്കും വിനോദസഞ്ചാരത്തിന് എത്തുന്നവർക്കും വാഹനം ഓടിക്കുന്നവർക്കും അടക്കം ഇത്തരത്തിൽ ശല്യം ചെയ്തുകൊണ്ടുള്ള ഇല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിൽ ഇത്തരം സാഹസിക യാത്ര നടത്തുന്നത്. ഇത്തരത്തിൽ ഈ സാഹസിക യാത്ര നടത്തുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടുകയാണ് എന്ന് വേണം പറയുവാൻ. ഒട്ടേറെ ആളുകൾക്കെതിരെ ഇതിനു മുമ്പ് ഗതാഗത വകുപ്പും പോലീസും അടക്കം നടപടി എടുത്തിട്ടുണ്ടെങ്കിലും ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് അടക്കം വരുന്നവർ ഇത് ശ്രദ്ധിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അവർ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള ഒരു സാഹസിക യാത്ര നടത്തുവാൻ അവർ തയ്യാറാകില്ലായിരുന്നു. കാരണം അവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങളോ കേരളത്തിലേക്ക് എത്തുമ്പോൾ തന്നെ ചെക്ക് പോസ്റ്റുകളിലോ മറ്റോ അവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ റൂട്ടിൽ ഇത്തരത്തിലുള്ള സാഹസിക യാത്ര കൂടുതലായും വരുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും ഇന്ന് ഏറ്റവും അവസാനമായാണ് ഇന്ന് രാവിലെ വട്ടവട മൂന്നാർ റൂട്ടിൽ ഇത്തരത്തിൽ തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള കാറിലെത്തിയ വിനോദസഞ്ചാരികൾ ശരീരം ഒട്ടാകെ പുറത്തേക്ക് ഇട്ടുന്ന ഒരു രീതിയിൽ ഒരു യാത്രികൻ അതിൽ സാഹസിക യാത്ര നടത്തിയത്. ഈ ദൃശ്യങ്ങൾ വാർത്തയായതോടുകൂടി തന്നെ ഗതാഗത വകുപ്പ് ഇക്കാര്യത്തിൽ ശക്തമായി ഇടപെടുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. പി എ സാഗറാണ് വിവരങ്ങൾ നൽകിയത്. ബാംഗ്ലൂർ സെൻട്രൽ ജയിലിൽ തടവുകാർക്ക് പ്രത്യേക പരിഗണന ലഭിക്കുന്നുവെന്ന ആരോപണത്തിൽ കർണാടക ആഭ്യന്തര വകുപ്പ് റിപ്പോർട്ട് തേടി. കൊടും കുറ്റവാളികൾ മദ്യപിക്കുകയും ഫോണിൽ സംസാരിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് നടപടി. ജയിൽ ADGP ബി ദയാനന്ദയിൽ നിന്ന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടുവെന്ന് ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര അറിയിച്ചു. അജയ് സുധ ബിജു വിവരങ്ങളുമായി ചേരുന്നു. അജയ്, ഈ കണ്ടത് ജയിൽ തന്നെയാണോ? സാധാരണ നമ്മൾ ഹോസ്റ്റൽ റൂമിലും പബ്ബിലും ഒക്കെയാണ് ഇത്തരം വലിയ ആഘോഷങ്ങളൊക്കെ കാണാറ്. അതെ, തീർച്ചയായിട്ടും അത്തരമൊരു സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. ഈ ദൃശ്യങ്ങൾ മാത്രമായിട്ട് മറ്റാർക്കെങ്കിലും ഈ വാർത്തയുടെ സഹായമില്ലാതെ ദൃശ്യങ്ങൾ മാത്രം കാണിച്ചു കൊടുത്താൽ കുറച്ച് കോളേജ് ഹോസ്റ്റലിൽ കുറച്ച് കുട്ടികൾ ആഘോഷിക്കുന്നു എന്നുള്ള രീതിയിലായിരിക്കും ആളുകൾ വിചാരിക്കുക. ശരിക്കും അതേ ലാഘവത്തോടെ ജയിലല്ല ജയിലാണ് എന്നൊരു തോന്നലുണ്ടാകാത്ത രീതിയിലാണ് ഈ കുറ്റവാളികൾ അവർ ഡ്രം കൊട്ടി അവിടെ പാട്ടുപാടി ആഘോഷിക്കുകയും എല്ലാം ചെയ്യുന്നത്. ഇതിനേക്കാൾ ഭയപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സീരിയൽ കില്ലറും അതുപോലെ തന്നെ നിരവധി ബലാത്സംഗ കേസുകളിലുമെല്ലാം പ്രതിയായിട്ടുള്ള ഉമേഷ് റെഡ്ഡി, അയാളുടെ മുറിയിൽ അയാളെ പാർപ്പിച്ചിരിക്കുന്ന സെല്ലിൽ അയാൾക്ക് വേണ്ടി പ്രത്യേകം TV സജ്ജീകരിച്ചിട്ടുണ്ട്. TV കണ്ടുകൊണ്ടാണ് അയാളുടെ സെല്ലിൽ കിടക്കുന്നത്. അതുപോലെ തന്നെ അയാൾക്ക് മൊബൈൽ ഫോൺ സംസാരിക്കാനായി നൽകിയിട്ടുണ്ട്. ഇയാൾ മൊബൈൽ ഫോൺ വഴി മറ്റാരോടോ സംസാരിക്കുന്ന ദൃശ്യങ്ങളും ഇതിനിടയ്ക്ക് പുറത്തു വന്നിരുന്നു. അതുപോലെ തന്നെ IS ബന്ധമുള്ള 2 കുറ്റവാളികൾ അവർ ഈ പറയുന്ന സെൻട്രൽ ജയിലിൽ
കിടക്കുന്നുണ്ട്. അവരും ഇതുപോലെ മൊബൈൽ ഫോൺ വഴി സംസാരിക്കുന്ന ദൃശ്യങ്ങളെല്ലാം വന്നിരുന്നു. ഇതുപോലെ കുറ്റവാളികൾക്ക് മൊബൈൽ ഫോൺ നൽകുന്നത്, അതുപോലെ തന്നെ ഇത്തരത്തിൽ പാട്ടുപാടി നൃത്തം ചെയ്യാൻ അവസരം നൽകുന്ന കാര്യങ്ങൾ, അതുപോലെ മദ്യക്കുപ്പികളെല്ലാം നിരവധി മദ്യക്കുപ്പികൾ അടുക്കി വെച്ചിരിക്കുന്ന ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു. മൊത്തം 6 ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. 6ൽ 3 2023 ചിത്രീകരിച്ചതാണെന്ന് സ്ഥിരീകരണം വന്നിരുന്നു. അപ്പോൾ ദീർഘനാളായി ഈ ജയിലിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു എന്നതിൻ്റെ തെളിവാണിത്. 2023 ചിത്രീകരിച്ച വീഡിയോ ഉൾപ്പെടെ ഇതിലുണ്ടെന്ന് പറയുമ്പോൾ അജയ്, ഇത് ഈ സംഭവം ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ കൊടും കുറ്റവാളികൾക്ക് സുരക്ഷിത സുഖതാമസം സുഖജീവിതം അല്ലേ? അതെ, ശരിക്കും ആ ഒരു രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ അവിടെ ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിന് മുൻപേ ഉള്ള ഒരു സംഭവം നമ്മൾ നോക്കുകയാണെങ്കിൽ നടനായിട്ടുള്ള ദർശൻ, അയാൾക്ക് ഇത്തരത്തിൽ ഒരു ജയിൽ സുഖവാസം ഒരുക്കിയതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിന് മുൻപേ ആരോപണങ്ങൾ വന്നിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നതാണ്. അന്ന് വലിയ വിമർശനമാണ് കോടതി ഉൾപ്പെടെ വിഷയത്തിൽ ഉന്നയിച്ചത്. കോടതി അടക്കം ഇക്കാര്യത്തിൽ ഇടപെട്ടിരുന്നു. അതിനുശേഷം ഈ സുഖ സൗകര്യങ്ങളെല്ലാം എടുത്തു മാറ്റുകയും ഇയാളെ ജയിൽ മാറ്റുകയും ചെയ്യുന്ന കടുത്ത നടപടികളിലേക്ക് ഒക്കെ ഉൾപ്പെടെ പോലീസ് കടന്നതാണ്. അതിനുശേഷം ഈ നടൻ ദർശൻ തനിക്ക് ജയിലിൽ പീഡനങ്ങൾ നേരിടേണ്ടി വരുന്നു, തനിക്ക് ജയിലിലുള്ള അസൗകര്യങ്ങൾ കാരണം തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഇത് കാരണം തനിക്ക് ജാമ്യം അനുവദിക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇയാൾ കോടതിയെ സമീപിച്ചു. എന്നാൽ കോടതി ഈ ജാമ്യാപേക്ഷ ഉൾപ്പെടെ തള്ളിക്കളഞ്ഞ് കടുത്ത നടപടി എടുത്തതാണ്. എന്നാൽ പിന്നെയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം. എന്തായാലും വിഷയത്തിലൊരു നടപടിയിലേക്ക് രാഷ്ട്രീയ ആരോപണങ്ങൾ ഉൾപ്പെടെ ഈ വിഷയം രാഷ്ട്രീയമായി തന്നെ പ്രതിപക്ഷമായിട്ടുള്ള BJP അടക്കം ഉന്നയിച്ചിരുന്നു ഈ കോൺഗ്രസിനെതിരെ. അപ്പോൾ ഇത്തരത്തിൽ ഈ രാഷ്ട്രീയ സമ്മർദ്ദം ഉൾപ്പെടെ ശക്തമായിട്ടുള്ള സാഹചര്യത്തിൽ വിഷയത്തിൽ ഇപ്പോൾ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള G. പരമേശ്വര അദ്ദേഹം പറഞ്ഞത് ഇത്തരം നടപടികൾ, കുറ്റവാളികൾക്ക് ഇത്തരത്തിൽ സുഖസൗകര്യങ്ങൾ VIP ട്രീറ്റ്മെൻറ്റ് ലഭിക്കുന്ന നടപടികൾ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല, ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കും എന്നത് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രതികരിച്ചിരുന്നു. മുഖ്യമന്ത്രിയും പറഞ്ഞത് ഇത്തരം നടപടികൾ അംഗീകരിക്കാൻ സാധിക്കില്ല, ഇവർക്കെതിരെ കർശന നടപടി, അതായത് പോലീസുകാർ ഇതിന് പിന്നിലുണ്ടെങ്കിലും അതുപോലെ തന്നെ മറ്റ് ആരാണ് ഇതിന് പിന്നിലുള്ളതെന്ന് കണ്ടെത്തി അവർക്കെതിരെ കർശന ഇതിന് പിന്നിൽ ആ ജയിൽ അധികൃതർ ഇല്ലാതിരിക്കില്ലല്ലോ ഒരിക്കലും. കാരണം നമുക്ക് ആ ദൃശ്യങ്ങൾ മതി, എല്ലാം ആ ദൃശ്യം പറയുന്നുണ്ട്. കാരണം ഇത്രമാത്രം ലാഘവത്തോടു കൂടി ഒരു സുഖജീവിതം നയിക്കാൻ ആ കൊടും കുറ്റവാളികൾക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ ആ ജയിൽ അധികൃതർ നൽകുന്ന സ്വാതന്ത്ര്യം തന്നെയല്ലേ, അല്ലെങ്കിൽ അവർ എല്ലാം കണ്ണടച്ചിരുട്ടാക്കുന്നു എന്ന് തന്നെ പറയണ്ടേ? അതെ, തീർച്ചയായിട്ടും ജയിൽ അധികൃതരുടെ ഒരു നിർണായകമായിട്ടുള്ള ഇടപെടൽ ഇതിൽ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് നേരിട്ട് തന്നെ അറിയാവുന്നതാണ്. എന്നാൽ ഇതിന് അവർക്ക് നിർദ്ദേശം കൊടുത്തത് ആരുടെ ഇപ്പോൾ നിർദ്ദേശം പാലിച്ചുകൊണ്ടാണ് പോലീസുകാർ ഇത്തരത്തിൽ കുറ്റവാളികൾക്ക് സ്വൈര്യ വിഹാരം ജയിലിനകത്ത് നടത്താൻ അനുവദിച്ചത് എന്നുള്ളതും ഒരു നിർണായകമായിട്ടുള്ള ചോദ്യമാണ്. അല്ലാതെ ഒരു സാധാരണ ഒരു കേസിൽ അറസ്റ്റിലായി ജയിലിലെത്തുന്ന കുറ്റവാളികൾക്ക് പോലീസുകാർ ഇത്രയധികം സംവിധാനങ്ങൾ നൽകേണ്ട ആവശ്യമില്ല. പുറത്തുനിന്ന് കൃത്യമായ ഇടപെടൽ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം സംശയിക്കാൻ. അപ്പോൾ ഈ പുറത്തു നിന്ന് ആരാണ് വിഷയത്തിൽ ഇടപെട്ടത്, ഇവർക്ക് പിന്നിൽ രാഷ്ട്രീയക്കാർ ഉൾപ്പെടെ ഉണ്ടെങ്കിൽ അത് ആര് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇവിടെ ഉയർന്നൊരു സംശയം, നമ്മളിപ്പോൾ കണ്ടത് ഒരു സെല്ലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ സെല്ലിൽ മാത്രം ഉള്ള പ്രതികൾക്ക് കിട്ടുന്ന സുഖ സൗകര്യങ്ങളാണോ ഇത്, അല്ലെങ്കിൽ ആ സെൻട്രൽ ജയിലിൽ മുഴുവൻ അവിടുത്തെ എല്ലാ പ്രതികൾക്കും അവരെല്ലാവരും ട്രീറ്റ് ചെയ്യുന്നത് ഈ രീതിയിൽ തന്നെയാണോ? അതല്ലെങ്കിൽ നമ്മളിപ്പോൾ കണ്ട ആ സെല്ലിനകത്ത് ഏതെങ്കിലും ഒരു പ്രമുഖ രാഷ്ട്രീയക്കാരനോ ആരെങ്കിലും ഉണ്ടോ? കൃത്യമായിട്ട് ഒരു 6 ക്ലിപ്പുകളാണ് വിഷയത്തിൽ പുറത്തു വന്നിട്ടുള്ളത്. ഈ 6 ക്ലിപ്പുകൾ ജയിലിലുള്ള പല ഭാഗങ്ങളിലുള്ള ദൃശ്യങ്ങൾ ഇതിനകത്ത് ചിത്രീകരിച്ചിരുന്നു. അപ്പോൾ ആ ദൃശ്യങ്ങളിലെല്ലാം കാണാൻ സാധിക്കുന്നത് ഈ കുറ്റവാളികൾക്ക് ഒരു സ്വൈര്യ വിഹാരം നടത്താൻ അനുവദിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇത് ജയിലിൻ്റെ എല്ലാ ഭാഗങ്ങളും ഈ ദൃശ്യങ്ങളിൽ കവർ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ഏതൊക്കെ കുറ്റവാളികളാണ് എന്നുള്ളതെല്ലാം ഈ കുറ്റവാളികളുടെ മറ്റ് വിവരങ്ങൾ, എല്ലാവരുടെയും വിവരങ്ങളെ സംബന്ധിച്ചിട്ടുള്ള മൊത്തം ഇതൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. എന്നാലും ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ സൈക്കോ കില്ലറും അതുപോലെ തന്നെ ഈ ബലാത്സംഗ കേസുകൾ പ്രതിയുമായിട്ടുള്ള ഉമേഷ് റെഡ്ഡിയുടെ ഒരു സാന്നിധ്യമാണ് ഈ ദൃശ്യങ്ങളിലുള്ളത്. അയാൾക്ക് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുള്ള പ്രത്യേക സെല്ലിൽ TV ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട്, മൊബൈൽ ഫോണുണ്ട്, ഇയാൾക്ക് മൊബൈൽ ഫോണിൽ സംസാരിക്കാൻ അനുമതി കൊടുക്കുന്നു. അപ്പോൾ അത്തരം സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. അതുപോലെ IS ബന്ധമുള്ള 2 പ്രതികൾ ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇവർക്ക് ഫോൺ ഉൾപ്പെടെ ലഭ്യമാക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക്
ദൃശ്യങ്ങൾ കാണാൻ സാധിച്ചു. അപ്പോൾ ഈ തീവ്രവാദ ബന്ധമടക്കമുള്ള ആളുകൾക്ക് ഈ മൊബൈൽ ഫോൺ അടക്കമുള്ള സംവിധാനങ്ങൾ നൽകുന്നത് അത് കൂടുതൽ ഭീഷണികൾക്ക് അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾക്ക് ഇടയാക്കി വെക്കാവുന്ന സാഹചര്യമാണ്. ഇപ്പോൾ നമ്മുടെ നാടിൻ്റെ സുരക്ഷയെ സംബന്ധിച്ച് അടക്കമുള്ള ഒരു ചോദ്യം ചെയ്യൽ ഇതിനകത്ത് വന്നേക്കാം, ഈ IS പ്രതികൾക്കുൾപ്പെടെ മൊബൈൽ ഫോൺ നൽകുന്ന ഈ കാര്യങ്ങൾ. അപ്പോൾ ഇതടക്കം ഗുരുതരമായിട്ടുള്ള വീഴ്ചകളാണ് ഈ വീഡിയോ ദൃശ്യങ്ങൾ അക്കമിട്ട് നിരത്തുന്നത്. എന്തായാലും വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജയിൽ സൂപ്രണ്ടിനോട് ഇതിൽ വിശദീകരണം തേടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം ഇതിൽ നടത്തുകയാണെങ്കിൽ പിന്നിൽ ആരാണ്, പോലീസുകാരുടെ പങ്ക്, അതുപോലെ തന്നെ മറ്റ് പുറത്ത് നിന്ന് ആരുടെയെങ്കിലും പങ്ക് ലഭിച്ചിട്ടുണ്ടോ, വിവരങ്ങളെല്ലാം കൃത്യമായി പുറത്തു വരും. തീർച്ചയായും ദൃശ്യങ്ങളാണ് എന്തായാലും പ്രേക്ഷകർ കണ്ടത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക, ഇതൊരു മെൻസ് ഹോസ്റ്റൽ അല്ല, ഇത് ബാംഗ്ലൂർ സെൻട്രൽ ജയിലിലെ തടവുകാരുടെ നൃത്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ജയിലിൽ അവിടുത്തെ തടവുകാർക്ക് ലഭിക്കുന്ന പ്രത്യേക പരിഗണന എന്ത് എന്നതാണ് ശ്രദ്ധേയം. അവരവിടെ ആഘോഷിക്കുകയാണ്, ഓരോ നിമിഷവും അവിടെ ആഘോഷിക്കുകയാണ്. പാട്ടും ഡാൻസും ഡ്രംസ് കൊട്ടലുമൊക്കെയായുള്ള ജീവിതമാണ് കാണുന്നത്. മദ്യമുണ്ട്, മറ്റ് മയക്കുമരുന്നുകൾ ഉണ്ടാകാം, ഒരു പക്ഷേ ഇല്ലാതിരിക്കാൻ സാധ്യതയില്ല. ഈ തടവുകാരിൽ ഒരാൾ തന്നെയാണ് ഈ ദൃശ്യം പകർത്തുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യം. എന്തായാലും സുരക്ഷാ വീഴ്ച എത്രമാത്രമുണ്ട് എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് പ്രേക്ഷകർ ഈ കാണുന്ന ചിത്രങ്ങൾ. അജയ് സുധ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള. ഗുരുവായൂരിൽ നിരോധനം മറികടന്ന് റീൽസ് ചിത്രീകരിച്ച ജസ്ന സലീം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കൈഞ്ഞരമ്പ് മുറിച്ചാണ് ആത്മഹത്യാ ശ്രമം. ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തും നടപ്പന്തലിലും റീൽസ് ചിത്രീകരണം പാടില്ലെന്നതാണ് ഹൈക്കോടതി ഉത്തരവ്. അത് മറികടന്നാണ് ജസ്ന സലീം പടിഞ്ഞാറെ നടയിൽ റീൽസ് ചിത്രീകരിച്ചത്. ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററുടെ പരാതിയിൽ ഇവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഞാൻ ആരോടും ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവരും എന്നെ വരക്കുന്നത് എന്തിനാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ആരോടും ഒന്നും ചെയ്തിട്ടില്ല. സിവി അനുമോദ് വിവരങ്ങളുമായി ചേരുന്നു. അനുമോദ്, ഇതെപ്പോഴായിരുന്നു സംഭവം? ഭവ്യ, കഴിഞ്ഞ ദിവസമാണ് ജസ്ന സലീം ഗുരുവായൂരിലെ പടിഞ്ഞാറേ നടയിൽ റീൽസ് ചിത്രീകരിച്ചതിനെതിരെ പോലീസ് കേസെടുത്ത ഒരു സംഭവം ഉണ്ടായത്. നേരത്തെ തന്നെ ജസ്ന സലീം ഗുരുവായൂരുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഒട്ടേറെ അകപ്പെട്ടിരുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ മേഖലകളിൽ അവർ റീൽസ് എടുക്കുന്നതിനെക്കുറിച്ച് പരാതി ഉയർന്നതിനെ തുടർന്ന് അത്തരം റീൽസ് എടുക്കലിന് അവിടെ അനുവാദമില്ല എന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. അതിന് പുറമെ മുമ്പ് അവർ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് വെച്ച് കേക്ക് മുറിച്ചതും വിവാദമായിരുന്നു. അങ്ങനെ ഈ ഗുരുവായൂരുമായി ബന്ധപ്പെട്ട് ജസ്ന സലീം നടത്തുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ വെടിയടി ചെല്ലുന്ന ഒരു വിഭാഗങ്ങളാണെന്ന് പരാതി വരികയും അവർക്ക് കോടതിയുടെ ഭാഗത്തു നിന്നുള്ള അവർക്കെതിരായ നിർദ്ദേശം വരികയൊക്കെ ചെയ്തിരുന്നു. ഇതിനെല്ലാം പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം അവർ പടിഞ്ഞാറേ നടയിൽ നിന്ന് റീൽസ് എടുത്തതായിട്ടുള്ള ഒരു വിവരം ഉണ്ടാവുകയും അത് പരാതിയായി ദേവസ്വം ബോർഡിന് മുമ്പിലെത്തുകയും തുടർന്ന് പരാതിയെ തുടർന്ന് പോലീസ് കേസെടുക്കുകയും ചെയ്തു. എന്നാൽ അത്തരത്തിൽ ഈ വിലക്കുള്ള സ്ഥലത്തല്ല താൻ റീൽസ് എടുത്തിട്ടുള്ളത് എന്നാണ് ജസ്ന സലീം നൽകിയ വിശദീകരണം. ഇതൊന്നും അറിയാതെ തന്നെ മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആളുകളും ഒക്കെ തന്നെ കുറ്റപ്പെടുത്തുകയാണ്, ഒറ്റപ്പെടുത്തുകയാണ് എന്നെല്ലാം ആക്ഷേപിച്ചുകൊണ്ടാണ് അവർ ഇന്നലെ കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയെ ശ്രമിച്ചതെന്നാണ് ലഭ്യമാകുന്ന വിവരം. അവരുടെ നില ഇപ്പോൾ തൃപ്തികരമാണ്. പക്ഷേ തുടർച്ചയായും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റും ഉണ്ടാകുന്ന ആക്രമണമാണ് ഇത്തരത്തിലൊരു സാഹചര്യം നയിച്ചതെന്ന സൂചനകളാണ് അവരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. എന്നാണെങ്കിലും ജസ്ന സലീം ഈ ശ്രീകൃഷ്ണൻ്റെ ചിത്രം വരച്ച് ഒട്ടേറെ പ്രശസ്തർക്ക് നൽകി. നരേന്ദ്രമോദിക്കൊക്കെ അദ്ദേഹം പ്രധാനമന്ത്രിക്ക് നൽകിയൊക്കെ വാർത്തകൾ ഇടം പിടിച്ച ഒരു യുവതി കൂടിയാണ്. അവർ ഇത്തരത്തിൽ ചിത്രം വരയ്ക്കുന്നതിനെതിരെ ഒരു വിഭാഗം ആളുകൾ തന്നെ രംഗത്തെത്തുകയും താൻ കൃഷ്ണഭക്തയാണെന്ന് അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്നും വിശദീകരണം നൽകിയവർ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വൈറലാവുകയും ചെയ്ത സ്ത്രീ കൂടിയാണ്. എന്താണെങ്കിലും ഗുരുവായൂരുമായി ബന്ധപ്പെട്ട് അവർ വീണ്ടും വിവാദത്തിലകപ്പെടുന്നു. ആ വിവാദങ്ങളെ തുടർന്ന് ഇപ്പോൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും അവസാനമായി പുറത്തുവരുന്നത്. അവരുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണെന്നും അറിയാനാവുന്നുണ്ട്.
ഈ അനുമോദ്, ഈ സൈബർ ബുള്ളിങ് അതുതന്നെയാണോ ഈ ഒരു ഇത്തരത്തിലൊരു ആത്മഹത്യാ ശ്രമത്തിലേക്ക് ജസ്നയെ കൊണ്ടെത്തിച്ചത്? കാരണം വലിയ തരത്തിൽ ഈ റീൽസ് വിവാദവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ്. സമൂഹ മാധ്യമങ്ങളടക്കം അവർക്കെതിരെ വലിയ ആക്രമണം ഉണ്ടായിരുന്നു. അതുതന്നെയാണോ ഇത്തരത്തിലേക്കൊരു ആത്മഹത്യാ ശ്രമത്തിലേക്ക് കൊണ്ടെത്തിച്ചത്? അങ്ങനെ തന്നെ വേണം കരുതാൻ. മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്, അല്ലെങ്കിൽ അറിയാൻ കഴിയുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇവർക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്നു. ഇവരെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും തരത്തിലുള്ള കമൻസും അതുപോലെയുള്ള പരാമർശങ്ങളൊക്കെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉടനീളം ഇവർക്കെതിരെ പോലീസ് കേസെടുത്ത സംഭവത്തിന് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നത്. കാരണം തുടർച്ചയായിട്ട് ഗുരുവായൂരുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ പെടുമ്പോഴൊക്കെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളുടെ ആക്രമണം അധികമാവുകയും അവർ ഒറ്റപ്പെട്ടു പോകുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണ്. സമുദായത്തിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നൊക്കെ അവർക്ക് ഏറെ ബുദ്ധിമുട്ട് നേരിട്ട സാഹചര്യം ഉണ്ടെന്ന് അവർ തന്നെ പലവട്ടം വിശദീകരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ സമ്മർദ്ദം ആയിരിക്കാം ഇത്തരത്തിലൊരു കടുങ്കൈ ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചത് എന്ന് വേണം കരുതുവാൻ. എന്നാണെങ്കിലും നിലവിൽ അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റുമുള്ള വലിയ തോതിലുള്ള അധിക്ഷേപങ്ങളും വിമർശനങ്ങളുമായിരിക്കാം അവരെ സമ്മർദ്ദത്തിലെത്തിച്ചതും ഈ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചതെന്ന് വേണം കരുതുവാൻ. ഭവ്യ, അനുമോദാണ് വിവരങ്ങൾ. ഹരിയാന ഫരീദാബാദിൽ 350 കിലോ RTXും AK-47 തോക്കുകളുമായി ഡോക്ടർ പിടിയിൽ. ജമ്മുകശ്മീർ സ്വദേശിയായ ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തറാണ് പോലീസിന്റെ പിടിയിലായത്. ജമ്മുകശ്മീർ ഹരിയാന പോലീസ് സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഇയാളെ പിടികൂടിയത്. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേർന്നു. അജയ്, ഈ ഡോക്ടർ ആരാണ്? ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ ബന്ധം ഇയാൾക്കുണ്ടോ? എന്താണ് പോലീസ് പറയുന്നത്? ഭവ്യ, വലിയ ഒരു തീവ്രവാദ ആസൂത്രണത്തിനാണ് പോലീസ് ഇവിടെ തടയിട്ടിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള അന്വേഷണം അത് കശ്മീർ പോലീസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഹരിയാന പോലീസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഉണ്ടായിട്ടുണ്ട്. കശ്മീർ പോലീസ് ഹരിയാന പോലീസുമായിട്ട് സംയുക്തമായിട്ട് നടത്തിയ ഓപ്പറേഷനിലാണ് ഈ ഒരു കണ്ണി അത് വെളിച്ചത്താകുന്നത്. ഈ സംഭവങ്ങളുടെ തുടക്കമുണ്ടാകുന്നത് ഇത് ഉത്തർപ്രദേശിലുള്ള സൊഹറൻപൂരിൽ നിന്ന് ഒരു ഡോക്ടർ അറസ്റ്റിലാകുന്നുണ്ട്. ഇയാൾ കശ്മീരി സ്വദേശിയായിട്ടുള്ള ഡോക്ടറാണ്. ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് ഇയാൾ ജെയ്ഷെ മുഹമ്മദിനെ പിന്തുണച്ചുകൊണ്ട് ചില പോസ്റ്ററുകൾ പതിപ്പിച്ചതിനാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്, ആ കുറ്റത്തിന്. അതിനുശേഷം ഇയാളെ കശ്മീരി പോലീസ് ചോദ്യം ചെയ്യുന്നു. തുടർന്നാണ് ഇയാളിൽ നിന്ന് ഹരിയാനയിലേക്ക് നീളുന്നത് അന്വേഷണം. ഹരിയാനയിലുള്ള ചില ഡോക്ടർമാരുടെ പക്കൽ ഈ ആയുധശേഖരം ഉൾപ്പെടെ ഉണ്ടെന്ന് ഇയാൾ പോലീസിനോട് വെളിപ്പെടുത്തുന്നു. അതിനുശേഷമാണ് ഈ കശ്മീരി പോലീസ് ഹരിയാന പോലീസുമായിട്ട് സംയുക്തമായിട്ട് ഒരു ഓപ്പറേഷൻ നടത്തുന്നത്. ആ ഓപ്പറേഷനിലാണ് ഈ ആദിൽ അഹമ്മദ് റാത്തർ എന്ന് പറയുന്ന ഡോക്ടർ അറസ്റ്റിലാകുന്നത്. ഇയാൾ അവിടെയുള്ള ഒരു സർക്കാർ ആശുപത്രിയിൽ സർക്കാർ മെഡിക്കൽ കോളേജിൽ അധ്യാപകനായിട്ട് സേവനമനുഷ്ഠിച്ചിരുന്ന ഒരു ഡോക്ടറാണ്. ഇയാളും കശ്മീരി സ്വദേശിയാണ്. അപ്പോൾ ഇയാളെ പോലീസ് ചോദ്യം ചെയ്യുന്നു. അതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യുന്നു. ഇയാളുടെ പക്കൽ നിന്ന്, ഇയാളുടെ ലോക്കറിൽ നിന്ന് പോലീസിന് ഒരു AK-47 തോക്ക് ലഭിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഈ തോക്ക് ലഭിച്ചതിന് ശേഷം ഇയാളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് വിശദമായിട്ട് ചോദ്യം ചെയ്യുന്നു. ഈ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നീളുന്നത് മറ്റൊരു ഡോക്ടറിലേക്കാണ്. ഈ ഡോക്ടർ എന്ന് പറയുന്നത് മുജാഹിൽ ഷക്കീൽ എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ്. അപ്പോൾ ഈ ഡോക്ടറിലേക്ക് അന്വേഷണം നീണ്ട് ഇയാളിൽ നിന്ന് കിട്ടുന്നത് ഞെട്ടിക്കുന്ന മറ്റ് ചില തെളിവുകളാണ്. ഇയാളുടെ കയ്യിൽ നിന്ന് കൂടുതൽ AK-47 തോക്കുകൾ ലഭിക്കുന്നു. വെടിക്കോപ്പുകളും സ്ഫോടക വസ്തുക്കളും ഉൾപ്പെടെ ലഭിക്കുന്നു. ഏറ്റവും പ്രധാനം 350 കിലോഗ്രാം RDX ഇയാളുടെ പക്കൽ നിന്ന് കണ്ടെത്തി എന്നുള്ളതാണ്. അതായത് ഇത്ര വലിയൊരു സ്ഫോടക വസ്തു ശേഖരം അത് ഹരിയാനയിലുള്ള ഫരീദാബാദിൽ നിന്ന് ലഭിക്കുന്നു. അതായത് തലസ്ഥാന നഗരമായിട്ടുള്ള ഡൽഹിയിൽ നിന്ന് കിലോമീറ്ററുകൾ മാത്രം അകലെയാണ് ഈ ഫരീദാബാദ് സ്ഥിതി ചെയ്യുന്നത്. ഫരീദാബാദിൽ നിന്നാണ് ഇത്രയധികം 350 കിലോഗ്രാം RDX ശേഖരം അത് ഈ ഡോക്ടറുടെ പക്കൽ നിന്ന്, ഈ ഡോക്ടർ മുജാഹിൽ ഷക്കീലിൻ്റെ പക്കൽ നിന്ന് ലഭിക്കുന്നത്. ഇപ്പോൾ 3 ഡോക്ടർമാരാണ് കേസിൽ അറസ്റ്റിലായിട്ടുള്ളത്. ഈ മുജാഹിൽ ഷക്കീൽ എന്ന് പറയുന്നയാൾ, അതുപോലെ തന്നെ ആദിൽ അഹമ്മദ് റാത്തർ എന്ന് പറയുന്ന ഡോക്ടർ, അതുപോലെ തന്നെ ഉത്തർപ്രദേശിൽ നിന്ന് പിടിയിലായിട്ടുള്ള മറ്റൊരു ഡോക്ടർ. ഇവർ ആരുമായിട്ട് ചേർന്നാണ് പ്രവർത്തിച്ചിരുന്നത്, ആരൊക്കെയാണ് ഇവരുടെ പിന്നിലുള്ളത്, ഈ വിവരങ്ങൾ സംബന്ധിച്ച് പോലീസിന് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട്. എന്തായാലും ഈ ഡോക്ടർമാരെ കേന്ദ്രീകരിച്ച് നടന്നത് കൃത്യമായി ആസൂത്രണത്തോടെയുള്ള ഒരു തീവ്രവാദ പ്രവർത്തനം തന്നെയാണ്. അതും ഡൽഹിക്ക് സമീപം ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചതിന് പിന്നിൽ മറ്റ് വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കാം എന്നതാണ് പോലീസ് ഉൾപ്പെടെ സംശയിക്കുന്നത്. അതായത് അജയ്, അപ്പോൾ പോലും ഇവർ ഏത് തീവ്രവാദ സംഘടനയുടെ ഭാഗമാണ് എന്ന് പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കണം, അല്ലേ? അപ്പോൾ പോലും കൃത്യമായ ഒരു ആസൂത്രണം ഇതിന് പിന്നിലുണ്ട് എന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്, അല്ലേ? അതെ, ഈ ഉത്തർപ്രദേശിൽ ആദ്യം അറസ്റ്റിലായിട്ടുള്ള ഡോക്ടറിനെ പോലീസ് പിടിക്കുന്നത് ജെയ്ഷെ മുഹമ്മദുമായിട്ട് ബന്ധപ്പെട്ട, ജെയ്ഷെ മുഹമ്മദിനെ അനുകൂലിക്കുന്ന ചില പോസ്റ്ററുകൾ ഇയാൾ ഒട്ടിച്ചു എന്നുള്ളതിൻ്റെ പേരിലാണ്. അപ്പോൾ
ഇയാൾക്ക് ഈ ജെയ്ഷെ മുഹമ്മദുമായിട്ട് ഇവർക്ക് ഈ ഡോക്ടർമാർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തീവ്രവാദ സംഘടനകളാണോ ഇവർക്ക് ഫണ്ട് ചെയ്യുന്നത്, ഇവരുടെ ലക്ഷ്യം എന്താണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി അന്വേഷണം വിധേയമാക്കേണ്ടതുണ്ട്. മുൻപൊക്കെ തീവ്രവാദികൾ അവരുടെ വലയിലാക്കിയിരുന്നത് അപ്പോൾ അധികം വിദ്യാഭ്യാസമില്ലാത്ത സമൂഹത്തിൽ താഴെ തട്ടിൽ സ്ഥിതി ചെയ്യുന്ന ആളുകളെ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകളെയൊക്കെ ആയിരുന്നു ഈ തീവ്രവാദ സംഘടനകൾ ലക്ഷ്യം വെച്ചിരുന്നത്. അവരെ പെട്ടെന്ന് വലയിലാക്കാനും അവരെ കൊടുക്കാനും എല്ലാം എളുപ്പമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു വിഷയത്തിലൂടെ നമുക്ക് വ്യക്തമാക്കുന്ന കാര്യം, തീവ്രവാദികൾ സമൂഹത്തിൽ ഉന്നത നിലയിൽ നിൽക്കുന്ന, ഇപ്പോൾ ഡോക്ടർമാർ പോലെ വൈറ്റ് കോളർ ജോലി ചെയ്യുന്ന ആളുകളെയും തീവ്രവാദികൾ ലക്ഷ്യം വയ്ക്കുന്നു എന്നുള്ള കാര്യമാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഇവരാകുമ്പോൾ മറ്റ് സംശയങ്ങളില്ലാതെ, ആർക്കും സംശയമില്ലാതെ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം മറ്റ് പോലീസിന്റെ പിടിയിലാകാതെ രക്ഷപ്പെടാനും ഇവർക്ക് ഇത് തീർച്ചയായും അജയ്, ഇവർക്ക് പിന്നിൽ ആര്, ഇയാൾക്ക് പിന്നിൽ ആര് എന്നത് തന്നെയാണ് പ്രത്യേകമായി അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രമല്ല, ഈ പിടിയിലായ ഡോക്ടർക്ക് ഇതിനു മുൻപ് എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ, അയാളുടെ ഡീറ്റെയിൽസ് എന്താണ് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ടോ? ഈ ഹരിയാന ഹരീദാബാദ് സ്വദേശി തന്നെയാണോ ഈ ഡോക്ടർ? ഇയാൾക്ക് ഈ ഫരീദാബാദിൽ നിന്ന് പിടിയിലായിട്ടുള്ള ഈ ഡോക്ടർ എന്ന് പറയുന്നത് അയാൾ ഹരിയാന സ്വദേശിയല്ല, അയാൾ കശ്മീർ സ്വദേശിയാണ്. കശ്മീർ സ്വദേശിയാണ് ഈ ആദിൽ അഹമ്മദ് റാത്തർ എന്ന് പറയുന്നത്. ഇയാളും അതുപോലെ തന്നെ ഈ പിടിയിലായിട്ടുള്ള മറ്റു ഡോക്ടർ ഈ മുജാഹിദ് ഷാക്കിലും ഇവരും ഇയാളും കശ്മീർ ബന്ധമുള്ള ആളാണ്. അപ്പോൾ ഈ കശ്മീരിൽ നിന്ന് തന്നെയാണ് ഇവർക്ക് 3 പേർക്കും ഈ ബന്ധമുള്ളത്. ഇവർ 3 പേരും കശ്മീരി സ്വദേശികളാണ്. അപ്പോൾ ഈ കശ്മീർ പോലീസാണ് ഈ അന്വേഷണം നടത്തി ഇതിൻ്റെ കൂടുതൽ കണ്ണികളെ തേടി ഹരിയാനയിലേക്ക് എത്തുന്നത്. ഇതിനു മുൻപ് വരെ ഈ ആദിൽ അഹമ്മദ് ഈ റാത്തർ എന്ന് പറയുന്ന ഡോക്ടർ ഒരു സർക്കാർ സ്കൂളിൽ ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ ഒരു സാധാരണ അധ്യാപകൻ മാത്രമായിരുന്നു. ആ ഒരു നിലയിൽ സേവനം അനുഷ്ഠിച്ചിരുന്ന, മറ്റ് സമൂഹത്തിൽ ആരെ പോലെയും പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ അയാളുടെ പക്കൽ നിന്നാണ് കൂടുതൽ അന്വേഷണത്തിൽ ഇത്രയധികം ഒരു സ്ഫോടക വസ്തുക്കളും പിന്നെ തോക്കുകളും എല്ലാം ഇയാളുടെ പക്കലുണ്ട്. ഇയാളുടെ പിന്നിൽ ഇത്രയധികം വലിയൊരു കണ്ണി പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പോലീസിന് കണ്ടെത്താൻ സാധിച്ചത്. എന്തായാലും ഇനി ഇവർക്ക് പിന്നിലുള്ള തീവ്രവാദ ബന്ധങ്ങൾ എന്തായിരുന്നു, ഇവരുടെ പദ്ധതി, എന്തിനാണ് ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്ന് ഉൾപ്പെടെ വെളിയിലാകേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് പോലീസ് ഇപ്പോൾ നിലവിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, അജയ് സുധ ബിജു ആണ് വിവരങ്ങൾ നൽകിയത്. ബംഗളൂരു വിമാനത്താവളത്തിൽ മുസ്ലിം മതവിശ്വാസികൾ പരസ്യമായി നിസ്കരിച്ചത് വിവാദത്തിൽ. സംഭവത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി BJP. അതീവ സുരക്ഷാ മേഖലയിൽ പ്രാർത്ഥിക്കാൻ ആരാണ് അനുമതി നൽകിയതെന്ന് പാർട്ടി വക്താവ് വിജയ് പ്രസാദ് ചോദിച്ചു. വിമാനത്താവളത്തിന്റെ 2ാം ടെർമിനലിലാണ് സംഭവം. പ്രത്യേക പ്രാർത്ഥനാ മുറി ഉണ്ടായിട്ടും പരസ്യമായി നിസ്കരിച്ചതിൽ സാമൂഹിക മാധ്യമങ്ങളിലും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അജയ് തന്നെ നൽകും വിവരങ്ങൾ. അജയ്, അതീവ സുരക്ഷാ മേഖലയാണ്, പിന്നെ എങ്ങനെയാണ് ഈ സുരക്ഷാ വീഴ്ച ഉണ്ടായത്, എന്താണ് പ്രതിപക്ഷം പറയുന്നത്? വിഷയത്തിൽ കർണാടക സർക്കാരിനെതിരെ വലിയൊരു രാഷ്ട്രീയ വിമർശനം അത് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും സാമൂഹ്യ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള BJPയും വിഷയത്തിലൊരു വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിൽ കർണാടക സർക്കാർ ഇത്ര വലിയൊരു വിമർശനം നേരിടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അത് RSSന് ഇപ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുൻപ് അവർ സംസ്ഥാനത്ത് നടത്താൻ ഉദ്ദേശിച്ചിരുന്ന റാലികൾക്കും പദയാത്രകൾ അതുപോലെ തന്നെ സമ്മേളനങ്ങൾ ഇവയ്ക്കുൾപ്പെടെ സർക്കാർ വലിയൊരു നിരോധനം ഏർപ്പെടുത്തുന്ന നടപടി ഉണ്ടായിരുന്നു. ഇവയ്ക്കൊന്നും അനുമതി നൽകാതിരുന്ന് ഇവരെ വട്ടം കറക്കുന്ന ഒരു രീതി ഉൾപ്പെടെ സർക്കാർ സ്വീകരിച്ചു. അതിനുശേഷം ഹൈക്കോടതിയിൽ ഉൾപ്പെടെ പോയിട്ടാണ് ഈ പാർട്ടി പരിപാടി, ഈ RSSന്റെ പരിപാടികൾക്ക് വേണ്ടിയിട്ട് ഇവർ അനുമതി തേടിയത്. അപ്പോൾ ഇതിനു മുൻപേ ഈ ഒരു സംഘടനയ്ക്കെതിരെ, RSSനെതിരെ ഇത്ര നിലപാട് സ്വീകരിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ ഈ വിഷയത്തിൽ സർക്കാരിനെ കൂടുതൽ കുഴപ്പത്തിലാക്കിയത്. കാര്യം എയർപോർട്ട് പോലൊരു സുരക്ഷാ മേഖലയിൽ ഈ വിശ്വാസികൾ നിസ്കരിച്ചു. അതും കൃത്യമായിട്ട് ഇവർക്ക് പ്രത്യേകം പ്രാർത്ഥനാ മുറി വരെ നൽകിയിട്ടുണ്ട്. കൃത്യമായി നിസ്കരിക്കാനും അതുപോലെ തന്നെ പ്രാർത്ഥിക്കാനും വേണ്ടി എയർപോർട്ടിൽ പ്രത്യേക പ്രാർത്ഥനാ മുറിയുണ്ട്. പ്രാർത്ഥനാ മുറി നിലനിൽക്കെയാണ് ഇത്തരത്തിൽ പരസ്യമായി ഇവർ നിസ്കരിക്കുന്നത്. അപ്പോൾ ഈ നിസ്കരിച്ച സംഭവത്തിൽ സർക്കാരിന് ഇത്രയധികം ഒരു കുഴപ്പത്തിലാകാൻ കാരണം അവർ സ്വീകരിച്ച മുൻ നിലപാടാണ്. തീർച്ചയായിട്ടും സുരക്ഷാ മേഖലയിൽ നിസ്കരിക്കുക എന്ന് പറയുന്നത് അതവിടെ ഒരു സുരക്ഷാ വീഴ്ച നടന്നിട്ടുണ്ട്. എന്നാൽ ഇത്ര വലിയ രീതിയിൽ ഈ വിമർശനം പോകാനുള്ള കാരണം സർക്കാർ മുൻപ് സ്വീകരിച്ച അവരുടെ നിലപാട് തന്നെയാണ്. RSSനെതിരെ
ഇതിനെതിരെ സ്വീകരിച്ച നിലപാട് തന്നെയാണ്. അപ്പോൾ BJP ഉൾപ്പെടെ വിഷയത്തിൽ ചോദിക്കുന്നത് RSSനെതിരെ നിങ്ങൾ ഇത്ര കടുത്ത നിലപാട് സ്വീകരിച്ചതെങ്കിൽ ഇവർക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? ആരാണ് എയർപോർട്ട് പോലൊരു സുരക്ഷാ മേഖലയിൽ ഇത്രയധികം വിശ്വാസികളെ നിസ്കരിക്കാൻ അനുവദിച്ചത്? എന്തുകൊണ്ടാണിത് നടന്നത്? ആരാണ് അനുമതി കൊടുത്തത്? അനുമതി കൊടുത്തെങ്കിൽ അതിൻ്റെ കാരണം വിശദീകരിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സർക്കാരിനോട് BJP ചോദ്യമായിട്ട് ഉന്നയിക്കുന്നത്. അത്തരത്തിൽ വലിയ ചോദ്യങ്ങൾ സർക്കാർ നേരിടുന്ന പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ അജയ്? വിഷയത്തിൽ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും തന്നെ നിലവിൽ വന്നിട്ടില്ല. ഇപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടിലുള്ള രണ്ടാമത്തെ ടെർമിനലിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അവിടെ മക്കയിലേക്ക് തീർത്ഥയാത്രയ്ക്ക് പോയിരുന്ന ചില ആളുകളെ യാത്ര അയക്കാൻ വന്ന മുസ്ലിം മതവിശ്വാസികളാണ് അവിടെ പരസ്യമായി നിസ്കരിക്കുന്ന. ഇവർക്ക് യാത്രയയപ്പെന്നുള്ള രീതിയിൽ ആണ് ഇവർ നിസ്കരിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ യാത്രയയപ്പ്, ഈ തീർത്ഥയാത്രയ്ക്ക് മക്കയിലേക്ക് പോകുന്ന ആളുകളെ യാത്ര അയക്കുന്ന രീതിയിൽ നിസ്കരിച്ച ഒരു നടപടി ആയതിനാൽ തന്നെ മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും പിന്നെ മറ്റ് ജീവനക്കാരാണെങ്കിലും തന്നെ അവർ തടയാതെ ഇത് നോക്കി നിൽക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ സുരക്ഷാ മേഖലയിൽ നിസ്കരിക്കുക എന്ന് പറയുന്നത് അതൊരു വീഴ്ച അവിടെ തീർച്ചയായിട്ടും നടന്നിട്ടുണ്ട്. ഇവർക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥർ കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകണമായിരുന്നു പ്രാർത്ഥനാ മുറിയിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം നിർദ്ദേശങ്ങൾ അവർക്ക് നൽകാത്തത് എന്ത്, അല്ലെങ്കിൽ എന്തിന് ഇത്തരമൊരു നടപടി അത് അംഗീകരിച്ചു കൊടുത്തു എന്നുള്ള ചോദ്യങ്ങളാണ് BJP ഉന്നയിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഇത്ര വലിയ രീതിയിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരാനുള്ള പ്രധാന കാരണം അത് RSSനെതിരെ സ്വീകരിച്ച നിലപാടാണ്. ഒരുപക്ഷെ അന്ന് അത്ര വലിയൊരു നിലപാട്, അത്ര കടുത്ത രീതിയിൽ RSS പരിപാടികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള നിലപാടുകളിലേക്ക് സർക്കാർ പോയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഇത്ര വലിയ വിമർശനം ഈ വിഷയത്തിൽ കേൾക്കേണ്ടി വരില്ലായിരുന്നു. എന്തായാലും വലിയ രീതിയിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലുള്ള വിമർശനമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ BJP വൃത്തങ്ങളിൽ നിന്നും വരുന്നത്. 2 ദിവസങ്ങൾക്ക് മുൻപാണ് ഈ വീഡിയോ ഇത്രയധികം വൈറലായത്. ശരി, അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് അട്ടപ്പാടിയിൽ പുലിയുടെ ആക്രമണം, 2 പേർക്ക് പരിക്കേറ്റു. ബൈക്കിൽ പോവുകയായിരുന്ന വട്ടക്കോട്ടത്തറ സ്വദേശി ജയറാം, മേലേക്കോട്ടത്തറ സ്വദേശി ഗൗതം എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയായിരുന്നു ആക്രമണം. வண்டியில் வந்துட்டு இருந்தோம், இறக்கத்தில் வந்துட்டு இருக்கிறப்ப 2 சிறுத்தை அந்த செவுத்து மேலே இருந்தது. அந்த செவுத்து மேலே இருந்தது ஒன்று பம்பி எங்களை பார்த்தனமே பம்பி செடிக்குள்ளே போயிடுச்சு. அந்த செடிக்குள்ளே போனது தான் நாங்கள் பயந்துட்டு தான் அந்த செவுத்து மேலே இருக்கிறத பார்த்துட்டு நாங்கள் கத்துனா அது போயிருன்னு நினச்சிட்டு நாங்கள் வண்டியில் வந்துட்டு இருந்தோம். கரெக்டாக வர்றப்போ அந்த செகண்டில் செடிக்குள்ளே இருந்து பாஞ்சு வந்ததுமே இவன் காலை பிடிச்சிருச்சு. നഗത്തോടെ പിടിച്ച് ഞാൻ നോക്കിയിട്ട് ഞങ്ങൾ വാട്ടിൽ വന്നിട്ടോ വന്നനമേ ഇങ്ങനെ ആശുപത്രിയിൽ വന്നിട്ടുണ്ട്. പ്രജിത്ത് വിവരങ്ങളുമായി ചേർന്നു. പ്രജിത്ത്, ഇത് എപ്പോഴായിരുന്നു ഈ സംഭവം? ജനവാസ മേഖലയിലാണോ? ഇതിനു മുൻപും ഇവിടെ പുലി ഇറങ്ങിയിട്ടുണ്ടോ? ആ പരിക്കേറ്റവരുടെ സ്ഥിതി എന്താണ്? ഭവ്യ, ഇന്നലെ രാത്രി 8 മണിയോടുകൂടി ബൈക്കിൽ സഞ്ചരിക്കുന്ന 2 യുവാക്കൾക്ക് നേരെയാണ് 2 പുലികൾ ആക്രമിച്ചതെന്നാണ് യുവാക്കൾ പറയുന്നത്. ഒരു പുലി സമീപത്തുള്ള പൊന്തക്കാട്ടിൽ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അതിനെ ഒച്ച വെച്ചിട്ട് ഓടിക്കുന്നതിന്റെ ഇടയിലാണ് മറ്റേ സമീപത്തെ ഒരു തിട്ടിന്റെ മേലിൽ ഒരു മതിലുണ്ട്. മതിലിന്റെ മേലെയും ഒരു പുലി ഉണ്ട് പറഞ്ഞു. പുലി ഉണ്ടായത് അവർ പരിക്ക് 2 യുവാക്കൾ പറയുന്നുണ്ടായിരുന്നു. അതിനെ ഒച്ച വെച്ച് ഓടിക്കുന്നതിന്റെ ഇടയിലാണ് ഈ പൊന്തക്കാട്ടിൽ ഒളിച്ചിരുന്ന പുലി ഈ യുവാക്കളിൽ ഒരാളായ യുവാവിനെ ആക്രമിക്കുന്നത്. പരിക്കുകൾ ഗുരുതരമല്ല. അത് മറ്റേ ഈ ജനവാസ മേഖലയിൽ കൂടെ അല്ല ഇന്നലെ പുലി ആക്രമിച്ചത്. പക്ഷെ ഈ വനത്തിലൂടെ കുറച്ച് ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവിടെ 2-3 ഊരുകളുണ്ട്. അവിടെയാണ് ഇവരുടെ താമസം. ഈ വടക്കേ കോട്ടത്തറ സ്വദേശി ജയറാമിന്റെയും മേലേക്കോട്ടത്തറ സ്വദേശി ഗൗതമിന്റെയും ഊര് അതിന് സമീപത്ത് തന്നെയാണ്. അങ്ങോട്ട് പോകുമ്പോഴാണ് പുലിയുടെ ആക്രമണം ഉണ്ടായത്. പരിക്കുകൾ നിസ്സാരമാണ്. പരിക്കേറ്റവരെ ഇപ്പോൾ കോട്ടത്തറ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ചെറിയ പരിക്കുകൾ മാത്രമേ ഉള്ളൂ. പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം അവരെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. ഭവ്യ, അതായത് ഇതൊരു ജനവാസ മേഖലയല്ല, കാടിനോട് ചേർന്നുള്ള പ്രദേശമാണ്. അപ്പോൾ ആദ്യമായിട്ടായിരിക്കുമോ ഇത്തരത്തിലൊരു സംഭവം അവിടെ ഉണ്ടാകുന്നത്? അട്ടപ്പാടി മേഖലയിൽ പുലികൾ സദാസമയം ഉണ്ട്. എന്നാലും അത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് സർവ്വസാധാരണമല്ല. കാട്ടാനയും കാട്ടുപന്നിയുമാണ് അട്ടപ്പാടി മേഖലയിൽ സർവ്വസാധാരണമായിട്ട് ജനങ്ങളെ ആക്രമിക്കുന്നത്. പുലിയുടെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന് പറയുന്നതല്ലാതെ
പുലി ആളുകളെ ആക്രമിക്കുന്നത് സർവ്വസാധാരണമായിട്ടല്ല അവിടെ ഉള്ളത്. ശരി. പ്രജിത് കോങ്ങാടാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് അട്ടപ്പാടിയിലാണ് സംഭവം. പുലിയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. 2 പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇതോടുകൂടി സ്പോട്ട് ലൈവിന്റെ സമയം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് 3 കാണാം. നമസ്കാരം.